نتفرد صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك يا ماحي الذنوب السلام عليك يا جالي الكروب صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك يا نور الظلام السلام عليك يا كل المرام صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك يا ذا المعجزات الله السلام عليك يا هادي الهداة صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك السلام عليك يا حسن الصفات صلواتي على النبي والسلام الله وهو خير الأنام بدر التمام السلام عليك يا رب السماء السلام عليك يا زين الملاهي صلواتي على النبي والسلام الله وهو خير الأنام بدر التمام റജബി ഹദീജത്തുങ്കൾ കനവാലേറി ബന്ദ് റഹ്മത്തൊളിവാരിലെങ്കും അരുണന്റെ പുണർന്ന് റജബി ഹദീജത്തുങ്കൾ കനവാലേറി ബന്ദ് റഹ്മത്തൊളിവാരിലെങ്കും അരുണന്റെ പുണർന്ന് അജബാറാടി വെണ്ണും മരളും നേരെ ചന്തം അടരാടി തപസിൽ നെറുവിന്നൂറ് ചിന്തും ശറഫാൻ തിരുകിർഫാമിബൽ പാടി വസന്തം ഭോഗി സുഗന്ധം പാടി വസന്തം ഭോഗി സുഗന്ധം മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മുഹബ്ബത്തിൽ ബീബി താഹിറ വിളങ്ങും രാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമാ ഖുറൈശിൽ കല്യാണരാവ് ഉണ്ടനം മിഷ്കത് പാർക്കിൽ പന്തിടെ ഹൂർ നിസാവറാം പരിശാനതും പടി
പലതും പടിവാൾ മുഖമാം വിളങ്കിടലാം അവരന്തരമേലുള്ള ചന്ദ്രനൊക്കെ തിരോനിലും തെളിവാ അജറടെ രുചി പെട 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 ദഹനിക കോടാകലും ചിക്കിട്ട ചുമരിലെ കുഫുറനി പരി പരി നിരകള നുരകളും ചിക്കിട്ട ചുമരിലെ കുഫുറനി പരി പരി നിരകള നുരകളും ചിറങ്ക് തൊട്ട് അത്തരമത്തോളി കിരികടി വർണ്ണക്കാരി നിജ് ചിറങ്ക് തൊട്ട് അത്തരമത്തോളി കിരികടി വർണ്ണക്കാരി നിജയം പൽപ്പുറമാലത്തൊരക്കിട്ടും തച്ചിട്ടം അതിജികമാല് അതിജികമാല് അറബ് കണ്ടീരടി മനസ അമൃതരതികരുമാകം അറബ് കണ്ടീരടി മനസ അമൃതരതികരുമാകം ചേലന്ത് പോലന്ത് അണി പരിക്കത്ത മുടൽ പിടിയൊരു പടകമിലൊരു പടവകടിയതും വൃത്തച്ചുപ്പം മുഖമിവർ പകർ ഒരു പരിഗണ മുഖമിവർ പകർ ഒരു പരിഗൺ ഉட்കുടു ചുച്ചുടുടൂടനിടങ്ങാടങ്കിടക്കിടടങ്ങിടടങ്ങിട ഹൃദി ജനപൂർണ ഹൃദി ജനപൂർണ അറബ് കടീരടി മനസ അമൃതരതികരുമാകം അറബ് കടീരടി മനസ അമൃതരതികരുമാകം ചേലന്ത് പോലന്ത് അണി പരക്കത്ത മുടൽ പിടിയൊരു പടകമിലൊരു പടവകടിയതും മൃദുച്ചുപ്പം മുഖമിവർ പകർ ഒരു പരിഗണ മുഖമിവർ പകർ ഒരു പരിഗണ ഉட்കുടു ചുച്ചുടുടൂടനിടങ്ങാടങ്കിടക്കിടടങ്ങിടടങ്ങിട ഹൃദി ജനപൂർണ ഹൃദി ജനപൂർണ രജബി ഹദീജ തുങ്കൽ കനവാലേറി ബന്ദ് റഹ്മത്തൊളിവാരിലെങ്കും അരുണനെ പുണർന്ന് രജബി ഹദീജ തുങ്കൽ കനവാലേറി ബന്ദ് റഹ്മത്തൊളിവാരിലെങ്കും അരുണനെ പുണർന്ന് പകലിൽ നിശാലി ആലം പരിപാലക സഹായ മഹ്ലൂക്ക് ജിന്നിൻസാന മലക്ക് സമ്മാനൂന പകലിൽ നിശാലി ആലം പരിപാലക സഹായ മഹ്ലൂക്ക് ജിന്നിൻസാന മലക്ക് സമ്മാനൂന തക്ദീർ കലം ബസാന തഅലീമുൽ ഔസാന തലമർശ കുർശദീന തട്ടേയും മായും നൂന തലമർശ കുർശദീന തട്ടേയും മായും നൂന ഇതിനുള്ള തൗബ നൽകി പൊറുത്തുള്ള തമ്പുരാനെ പകലിൽ നിശാനിയാലും സഹായ മഹ്ലൂക്ക് ജിന്നിൻസാന മലക്ക് സമാനൂന റഹീം ഇന്നല്ലാഹ വമലായികത യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم وبارك عليه يا رسول الله انظر حالنا يا حبيب الله اسمع قالنا يا رسول الله انظر حالنا يا حبيب الله اسمع قالنا ألف الألف نظام مده على الآلئات أول السطور بسم الله بدءا خالقا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مسلم
مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بلغ المداه في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله طه قلبي مذ أتيت واديا كافما تاب أنجي داد طه تاليا للتالي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صاب صابت الذرى من السرى إلا الثرى ثانيا ما ثالثا بل ثانيا أم ثالثا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله جود من جاد الوجود وجوده جاد الجواد جمعا وفرقا بعد جمع لرجال جال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حب حبي هبة في لب قلبي أنبتت حبوبها ما كل هب منه للمخالفات لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خلي خلة خذلان خوف الخاتمة خليلا خاملا وسفي من الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله دم دوام الدهر دائم الهنور والشهود دمت في جنات وصل حالة الأبدال دار لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فرئيا لذ الهوى ما الله باب النوى زد عن القلب الهوى واترك من الأنذال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله رب ربي ربه لم يعرفه ولم يرب ربيبه لكن أضل قوم بالآراء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذر ريح المصطفى وزد إقامة به زرتها راهيا والقلب كالزلزال ذر ريح المصطفى وزد إقامة به زرتها داهيا عن قلبك الزلزال لا إله إلا الله لا إله إلا
نسك في الحالات كيف سالسان لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سل شريعته ولا تفشل إذا شريعة شرعة شفيعا فوادك أفشال شان لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ثم للدنيا ونظرتها ولا تفتر إذا كنت إلى حضرة الرحمن بالمثال ذات لا إله إلا الله لا إله إلا الله لا إله محمد رسول الله كل من لم يهل بالدار فلا عليه ضار ذاك عيش من بعدم ذكر للإفضال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله طب بطيب من طبيب هادك انت ألف وار طالبا طوبى بطابا طاب للأبطال دار لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لله 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 لا لله له ولل أمام في المظالل عين 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 حق عين عيان فما عبدا عدلا من إلى المعالي لا إله إلا الله لا إله. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم من الجنة والناس من الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا بعد القبول منا إلى حضرة شفيعنا وقرة أعيننا وآخر أيدينا محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي الأفعال متابعته وفي الجنة مرافقته يا رب العالمين اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم زد لهم تشريفا وتكريما وتعظيما لديك اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا وأمراض مرضانا يا شافي الأمراض اللهم بحقهم وبجاههم سلمنا وسلم أهلنا وعيالنا من آفات الدارين اللهم إلى حضرات من ماتوا منا من آبائنا وأمهاتنا يا رب العالمين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا ولا قبورهم حفرة من نفر النيران
اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. اللهم بارك لنا في كل أمورنا خصوصا في تعلمنا وفي تعليمنا وفي تدريسنا وفي اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم اجعل حبك وحب حبيبك محمد صلى الله عليه وسلم أحب إلينا من أنفسنا ومن أهلنا ومن الماء البارد على الظمأ يا رب العالمين. اللهم اجعل حبيبك سيدنا محمد صلى الله عليه وسلم راضيا عنا وعن مجلسنا هذا يا رب العالمين. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. കഴിഞ്ഞ 5 വർഷമായി അൽഹംദുലില്ലാ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉസ്താദ് ഷെയ്ഖുന ഇബ്ദി അബ്ദുൽ മജീദ് അൽ ഫൈലി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി തന്ന ഇഷ്കെ റസൂൽ സാദാത്തിനെ ആദരിക്കുന്ന പരിപാടി അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്മരണക്കായി നിലനിർത്തി പോരുകയാണ്. പ്രാവശ്യം നമ്മുടെ കുട്ടികൾ അവരുടെ വിദ്യാർത്ഥി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വിപുലമായി ആ പരിപാടി ഏറ്റെടുത്ത് നടത്തുകയാണ്. അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗമായിട്ടുള്ള മഹബ്ബ കോൺഫറൻസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ വാങ്ങ് വിളിച്ചാലും പരിപാടി തുടരും. നമുക്കെല്ലാം ഇത് കഴിഞ്ഞ് ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിച്ച് പിരിയാവുന്നതാണ്. നാളെ ഇഷ്കെ റസൂൽ സംഗമവും നടക്കുന്നു. എല്ലാത്തിലും എല്ലാവരുടെയും സകുടുംബ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഗഫീർ ഹാജിയാണ്. നിസാം സഖാഫി ഉദ്ഘാടനം ചെയ്യും. ശേഷം പ്രഭാഷണം നടക്കും. എല്ലാവരും അഹമഹമികയ സംബന്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ ശുപാർശ ശഫാഅത്ത് ലഭിക്കുന്നതിനുള്ള അഅ്ളമുൽ അസ്ബാബുകളിൽ നമ്മുടെ ഈ സംരംഭം ഒരുപാട് പ്രതിസന്ധികളിലാണ്. സാമ്പത്തികവും മറ്റുമായി ഒരുപാട് പ്രയാസം നേരിടുന്ന സമയത്താണ് ഇനി ഒരു വലിയ ഹബ്ബുർ റസൂൽ നമ്മുടെ നാട്ടിലെ 16 വർഷമായി പല വിപ്ലവങ്ങൾക്കും കാരണമായ ഹബ്ബുർ റസൂൽ കോൺഫറൻസ് 29-ാം തീയതി നടക്കുന്നു. അതിൻ്റെ പ്രചരണം കൂടിയായി നമ്മുടെ ഈ സംഗമം മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചാൽ ഉടനെ നമ്മുടെ ഹിസയുടെ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സയ്യിദ് അക്മൽ തങ്ങൾ സ്വാഗതം ആശംസിച്ച് തുടരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാത്തിലും നമുക്ക് ബറക്കത്ത് നസീബാക്കി തരുമാറാവട്ടെ. ദുആ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെയും ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഒക്കെ നമുക്ക് ദുആ ചെയ്യും. ഇന്ന് ചെറിയ ഒരു ചീരണി നമ്മുടെ മുഖ്താർ ഹയാത്ത് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആണ്ട് ദിനമാണ് ഇന്നത്തേക്ക് നൽകിയിട്ടുണ്ട്. നാളെ നല്ല ബിരിയാണി أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق محمد صلى الله عليه وسلم. محمد ذكره روح لأنفسنا محمد شكره فرضه على أممي. മഹാനായ ബൂസൂരി ഇമാമിൻ്റെ കാവ്യമായ ഖസീദത്തുൽ മുഹമ്മദിയയിൽ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കാത്തവർ വെറും ജഡമാണ്, റൂഹില്ലാത്ത വെറും ചത്തു ചീന ജഡമാണെന്ന് പറയുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം റബീഉൽ അവ്വലിലാണ് നാം എല്ലാവരും. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി അവിടുത്തെ സലാത്ത് തന്നെയാണ്. അവിടുത്തെ സലാത്തിൻ്റെ മഹത്വം പറയുമ്പോൾ ഒരു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം അതിലുണ്ട്. ഒരിക്കൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിൽ ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ വന്നിട്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, തങ്ങളെ എനിക്ക് ആകെയുള്ളത് ഒരൊറ്റ മകളാണ്. ആ മകൾ മരിച്ചു പോയിരിക്കുന്നു. ആ മകളെ സ്വപ്നത്തിൽ കാണാം, വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ആ മകളെ കാണാനുള്ള ദിക്റുകളും സൂറത്തുകളും ഒക്കെ പറഞ്ഞു കൊടുത്തു ആ സ്ത്രീയെ വീട്ടിലേക്ക് അയച്ചു. ആ സ്ത്രീ വീട്ടിലേക്ക് പോയി ഈ ദിക്റുകളും സൂറത്തുകളും ഒക്കെ ഓതി കിടന്നു. ആ മകളെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടത് ആ മകൾ നരകത്തിൽ കത്തിയമരുന്നതാണ്. ആ ഉമ്മ നല്ല ഭയപ്പെട്ടുകൊണ്ട് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ആ ഉമ്മ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് വിടുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിൽ ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ അറിയാമോ എന്ന്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, അറിയില്ല, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുകയാണ്, എൻ്റെ ഉമ്മയാണ് അങ്ങേ വീട്ടിൽ വെച്ച് കാണാൻ വന്നിരുന്നത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ഉമ്മ കണ്ടത് നരകത്തിൽ വെച്ചായിരുന്നു പറഞ്ഞത്. ഞാൻ കിടക്കുന്ന പള്ളിക്കാട്ടിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ അതിലൂടെ നടന്നു പോയപ്പോൾ ഒരു സലാത്ത് ചൊല്ലി ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നീ പുറത്തു കൊടുക്കണേ എന്ന് ആ സ്വാലിഹായ മനുഷ്യൻ ദുആ ചെയ്തു. ആ ദുആയിൽ അല്ലാഹു തആല ആ ഖബറാളികൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും സ്വർഗം നൽകുകയും ചെയ്തു. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ സ്വലാത്തിൻ്റെ മഹത്വമാണ്. ചരിത്രങ്ങളിൽ ധാരാളമായി മഹത്വങ്ങളെല്ലാം കാണാം. അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലി ഒന്ന് കിനാവിൽ കാണണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മസജ്തദം അഞ്ചറ മിമുക്കിലത്തിം ബിദമി. ദൂസലമിലെ അയൽവാസിയെ ഓർത്തിട്ടാണോ അങ്ങ് കരയുന്നത്? അങ്ങിൻ്റെ കരയുന്നതിൽ നിന്ന് വരുന്ന കണ്ണീരിൽ അങ്ങ് രക്തം ചാലിക്കുന്ന എന്തിന്? മഹാനായ ബൂസൂരി ഇമാമിൻ്റെ ഖസീദത്തുൽ ബുർദയുടെ 1-ാമത്തെ ഫസ്ലിലെ 1-ാമത്തെ വരിയിലാണ് മഹാനായവരുടെ കൽബ് അത്രക്കും ഹുബ്ബ് വച്ചിട്ട് അത്രക്കും വിങ്ങി 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 കരഞ്ഞ് അവിടുത്തെ കണ്ണുകളിൽ നിന്ന് ചോരയാണ് വരുന്നത്. കണ്ണുനീരിന് പകരം ചോരയായിരുന്നു വരുന്നത്. അത്രക്ക് കൽബ് വേണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. ആദ്യം നമ്മൾ കൽബ് ശുദ്ധീകരിക്കുക. കൽബ് ശുദ്ധീകരിച്ചാൽ മാത്രമേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ പ്രാവശ്യമെങ്കിലും നമുക്ക് ഒന്ന് നേരിൽ കാണാൻ കഴിയുകയുള്ളൂ. ഹയാത്തുൽ ഇസ്ലാമിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഇഷ്കി റസൂൽ സാദാത്ത് സംഗമത്തിൽ ആണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദക്ഷിണ കേരളത്തിലെ സാദാത്യങ്ങളെ ആദരിക്കുന്ന മഹനീയ സദസ്സ് ഹയാത്തുൽ ഇസ്ലാമിൽ മാത്രമാണ് ഉള്ളത്. മൺമറന്നുപോയ സാദാത്യങ്ങളെയും ഔലിയാക്കളെയും എല്ലാവരെയും ഓർക്കുന്ന സദസ്സാണ് മാസങ്ങളായി ഇവിടെ നടന്നു വരാറുള്ളത്. ഇത്തവണത്തെ ഇഷ്കി റസൂൽ ബഹുവന്ദരായ ഷെയ്ഖുന ജലാൽ മദനി ഉസ്താദിനോട് ഇത്തവണത്തെ ഇഷ്കി റസൂൽ ഞങ്ങൾ നടത്തട്ടെ എന്ന് ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഞങ്ങളെ ആത്മീയ ഭൗതിക വിഷയത്തിൽ പ്രാപ്തിയാക്കുകയും സംഘടന എന്താണ് എന്നും സംഘാടകനം എന്തായിരിക്കണമെന്നും പഠിപ്പിച്ചു തരാനാണത്. എല്ലാ സഹായവസ്തുക്കളും പ്രചോദനങ്ങളും അതിനുവേണ്ടി നൽകുന്നത് ഞങ്ങളുടെ ഷെയ്ഖുന ജലാൽ ഉസ്താദും ഇദ്രീസിക്കയുമാണ്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം മുത്ത് നബിയിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്ന ഹാഫിള് ഷെഫീഖ് ഹാഷിമി ഉസ്താദിയുടെ പ്രസംഗവും അടുത്ത ദിവസം മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന പ്രവാചക അനുരാഗികളുടെ മനസ്സ് കീഴടക്കാറുള്ള നമ്മളുടെ ഷെയ്ഖുന ജലാൽ ഉസ്താദിൻ്റെ വാളുമാണ് നാളെ നടക്കാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇരുത്തങ്ങളും കേൾവിയും കാഴ്ചയും നാളെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടായി തീരട്ടെ. എൻ്റെ ഇന്നത്തെ കർത്തവ്യം സ്വാഗതമാണ്. ഈ സദസ്സ് അധ്യക്ഷത വഹിക്കുന്ന ആദ്യം മുതൽ അവസാനം മുതൽ അധ്യക്ഷത വഹിക്കുന്ന കബീർ ഹാജിക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ സദസ്സിൽ പ്രാരംഭ ദുആ കൊണ്ട് ധന്യമാക്കിയ ഉവൈസ് നിസാമി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്ന PM നിസാമുദ്ദീൻ സഖാഫി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണത്തിന് വരാനിരിക്കുന്ന ഹാഫിള് ഷെഫീഖ് ഹാഷിമി ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദി അറിയിക്കുന്നത് ഹിസയുടെ ജനറൽ സെക്രട്ടറി ഹാഫിസയും ഞാൻ സ്വാഗതം ചെയ്തു. ഉദ്ഘാടനത്തിനായി നിസാം ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി الفائزين برضوان الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم
الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ഉമറാക്കൾ, സ്നേഹനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും ഇവിടെ നടക്കുന്ന ഓരോ ചർച്ചകളും സംസാരങ്ങളും അത് കേൾക്കലും എല്ലാം പടച്ചവൻ്റെ പൊരുത്തത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്ന ഒരു സ്ഥലത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂടാനും തങ്ങളുടെ ശിഫാഅത്ത് കിട്ടാനും അവിടുത്തെ മുഹിബ്ബുകളുടെ കൂട്ടത്തിൽ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടാനും ഒക്കെയുള്ള മഹാസൗഭാഗ്യം ഈ ഒരു മജ്‌ലിസ് സബബായി അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിൻ്റെ അയൽവാസികൾ, ഇവിടെ ജമാഅത്തിനും ജുമാഅക്കും വരുന്നവർ, നമ്മുടെ മക്കളുടെ മദ്രസയിലെ മക്കളാണെങ്കിലും ദഅവയിലെ ഹിഫ്ളിലെ മക്കളാണെങ്കിലും അവരുടെ പാരൻറ്റ്, എല്ലാവർക്കും വലിയ ഫത്ഹുകൾ, വലിയ വിജയം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, ഇഷ്ഖ് പറയുന്ന ഒരു കാലമാണ് പുണ്യ റബീഅ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിശാലമായ മജ്‌ലിസുകൾ ഈ വർഷം ധാരാളമായി വന്നിട്ടുണ്ട്. ഓരോ വർഷവും അങ്ങനെ തന്നെയാണ്. ഓരോ വർഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാകും. അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മജ്‌ലിസുകൾ ധാരാളം ഉണ്ടാകും. എല്ലാ വർഷവും ഓരോ ഫോട്ടോസ്റ്റാറ്റ് ഇറങ്ങലുണ്ട്. ഈ വർഷം എന്താണ് ഇറങ്ങാത്തത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണുന്നത്, നബിദിനം അനിസ്ലാമികം എന്ന് പറഞ്ഞിട്ട്. വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിമർശിക്കും തോറും വളരുന്ന ഒരു പ്രതിഭാസമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് മാറിയിട്ടുണ്ട്. എത്ര വിമർശിച്ചാലും തങ്ങളോടുള്ള മഹബ്ബത്തിന് വേദികൾ ഒരുക്കുക എന്നത് നമ്മുടെ നാട്ടു നടപ്പായി മാറുന്നുണ്ട്. മുത്തുനബി തങ്ങളുടെ പേരിൽ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അലങ്കാരങ്ങൾ നടത്തുന്നു, ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. അതേപോലെയുള്ള ആഹ്ലാദങ്ങളൊക്കെയും ഇസ്ലാം ശരീഅത്ത് അനുവദിക്കുന്ന ആഹ്ലാദങ്ങളൊക്കെയും ചെയ്യുന്നു. ഇത് കാണാത്ത ആളുകൾ പോലും, ഇതിഷ്ടപ്പെടാത്ത ആളുകൾ പോലും അവരുടെ മോൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ, മോളുടെ കല്യാണം ഉണ്ടാകുമ്പോൾ, വീടിന് പെരവാസ്ഥലി ഉണ്ടാകുമ്പോൾ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ലൈറ്റ് തൂക്കലും അലങ്കാരങ്ങൾ നടത്തലും പെയിൻ്റ് അടിക്കലും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ഏതൊരാളെയും, ഏത് വിമർശിക്കുന്ന ആളുകളെയും നോക്കിയാൽ കാണാം. ഞാനൊരു ദിവസം ഇങ്ങനെ അരേശ്ശേരി പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വലിയൊരു ചർച്ചയാണ്. എന്താ ചർച്ച? ഏതോ ഒരു സാധുവിനെ പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാൻ രണ്ടാളുകൾ, നബിദിനൊക്കെ നടത്താൻ പറ്റൂലേന്ന്. അപ്പോഴാണ് ഞാനിങ്ങനെ കയറി ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ നടത്താനുള്ള തെളിവ് എവിടെയാണെന്ന് ചോദിച്ചു. ഈ തെളിവ് എവിടെയാണെന്ന് ചോദിക്കുന്നതെന്ന് കേട്ടിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു സമ്മേളനം നടത്തിയില്ലേ, ആ സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് എവിടെയാണോ തെളിവുള്ളത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വരിയിൽ നബിദിനം നടത്താനും തെളിവുണ്ട് എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ആ ചർച്ച അതോടെ അവസാനിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ തെളിവ് എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. എൻ്റെ മുത്തഅല്ലിം മക്കൾ എൻ്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് നമ്മൾ നന്നായി ബോധവാന്മാരാകണം. നമ്മൾ ജീവിക്കുന്ന വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. എൻ്റെ മോള് എന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഓർക്കണം, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് വന്ന്, ഒരു കൊച്ച് എന്നോട് വന്ന്, എൻ്റെ പേര് പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദെ നബിദിനൊന്നും ആഘോഷിക്കാൻ പാടില്ല,
നബിദിനത്തിന് ചോറൊന്നും വാങ്ങാൻ പാടില്ല. നോക്കൂ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ പോലും ആ കുട്ടിക്ക് എന്താ നബിദിനം എന്നറിയില്ല, എന്താ നബി എന്നറിയില്ല. പക്ഷെ ആ കുട്ടിയുടെ ബ്രെയിനിൽ പോലും നബിദിനം നടത്താൻ പാടില്ല എന്ന ഒരു വിഷം എന്ത് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരോടൊക്കെ പറയാനുള്ളത്, പഞ്ചസാരയുടെ മധുരം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കതിനെ നിർവചിക്കാനാവില്ല, ഡെഫിനേഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അവരോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു മറുപടി, മോനെ നീ പഞ്ചസാര ഒന്ന് രുചിച്ചു നോക്കൂ, ഭക്ഷിച്ചു നോക്കൂ, അപ്പോൾ അതിൻ്റെ മധുരം അറിയാം എന്നത് മാത്രമാണ്. മഹബത്ത് എന്താണ് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. മഹബത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ ഒരാൾക്ക് എന്താണ് സ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. ആ സ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകടനമാണ് മീലാദ് ആഘോഷം എന്നുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമല്ല മഹബ്ബത്തല, ലാ ഈമാന ലിമല്ല മഹബ്ബത്തല. യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ഈമാൻ ഉണ്ടാവില്ല, സ്നേഹമില്ലാത്ത ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസം കിട്ടൂല എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തേ? മഹബത്തും ഈമാനും തമ്മിലുള്ള ബന്ധം എന്താണ് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ പറ്റിയിട്ടാണോ അതോ മുത്തുനബീനെ പറ്റിയിട്ടാണോ? ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായി പഠിപ്പിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. കാരണം എന്താ? അള്ളാഹിനെ പറ്റിയിട്ടല്ലേ ആദ്യം പഠിപ്പിക്കേണ്ടത്? അല്ല. കാരണം എന്താ? അള്ളാഹുവിനെ ഈ ലോകത്തിന് മനസ്സിലാക്കി തന്നത് ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബി തങ്ങളെ മനസ്സിലാക്കുകയും തങ്ങളെ ഇഷ്ടം വെക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നുകൂടുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടി നാസ്തികനായി പോകും, യുക്തിവാദിയായി പോകും. വഴിപിഴച്ച യുക്തിവാദിയായി മാറാതിരിക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ ആദ്യം പഠിപ്പിക്കണം. ഇസ്ലാമിൻ്റെ ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇൽമുൽ ഗൈബ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അഖീദയിൽ വളരെ അടിസ്ഥാനപ്പെട്ട കാര്യമാണ്. മലക്കുകൾ നമ്മളാരും കണ്ടിട്ടില്ല, ഖബറിലെ ശിക്ഷ നമ്മളാരും കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മക്കൾക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിർത്തുന്നു. കേരളത്തിലുള്ള നമ്മുടെ ചില ശൈലികളുണ്ട്. ആ ശൈലികളിൽ ചില ആളുകളൊക്കെ പറഞ്ഞ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, എൻ്റെ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പ്രവാചകൻ എന്ന് പറയുന്നിടത്തുള്ള ഒരു പ്രയാസമുണ്ട്. പ്രവാചകൻ എന്നുള്ളത് ഒരു ആഷിഖിന് പറയാൻ സാധിക്കുന്നൊരു കാര്യമാണോ എന്ന് കേരളത്തിലുള്ള സാഹിത്യകാരന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവാചകൻ എന്ന് ആർക്കാ പറയാ? ആർക്കാ പ്രവാചകൻ എന്ന് പൊതുവിൽ പറയുന്നത്? വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ പ്രവചിക്കുന്ന ഒരാൾക്കാണ് പ്രവാചകൻ എന്ന് പറയല് എന്ന്. പക്ഷെ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മുത്തുനബി തങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകൻ എന്ന പേര് പറയുന്നത് ഞാനത് ഹറാമാണ് എന്ന നിലക്കല്ല പറയുന്നത്. ചില സാഹിത്യകാരന്മാർ ചർച്ച ചെയ്ത ചില വിഷയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിലേക്ക് ഇടുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകൻ എന്ന് പറയാതെ നമ്മുടെ ഉലമാഇൻ്റെ ഒക്കെ ഒരു ശൈലിയുണ്ട്. എന്താ ശൈലി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആറ്റൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖുന ശരി അലിക്കുൽ ഉസ്താദിനെ പോലെയുള്ളവർ തങ്ങൾ പറയുന്നത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന, അല്ല ലോകത്തിന് മുഴുവൻ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമാണ്. എന്താ എൻ്റെ ഹബീബ് എന്ന് പറഞ്ഞാലുള്ള കുഴപ്പം? നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ സയ്യിദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബ് ആവാൻ മാത്രം ക്വാളിറ്റി ഉള്ള ആളാണോ ഈ പറയുന്ന നമ്മൾ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കള്ളൻ്റെ കൂട്ടുകാരൻ കള്ളൻ, എന്നാൽ കൂട്ടുകാരൻ ഒരു പക്ഷേ കള്ളനായിക്കൊള്ളണമെന്നില്ല. ഉസ്താദ് വേദിയിലേക്ക് വരുന്നു, ഞാൻ നിർത്തുന്നു ഇൻഷാ അല്ലാഹ്. കള്ളൻ്റെ കൂട്ടുകാരൻ കള്ളൻ, എന്നാൽ കൂട്ടുകാരൻ കള്ളനായിക്കൊള്ളണം എന്നില്ല. എന്നാലോ കള്ളൻ്റെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് ആ കൂട്ടുകാരനെയും കള്ളനായി ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ളവരാണ്, പരിപൂർണനായ വ്യക്തിത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ ഹബീബാക്കാൻ മാത്രം പര്യാപ്തത ഏറ്റവും ന്യൂനതകളുള്ള, വളരെ ന്യൂനതകളുള്ള ഭൂമിയിലെ ഏറ്റവും
ഏറ്റവും താഴ്ന്നവരായ എനിക്കുണ്ടോ എന്ന് സംസാരിക്കുന്നത് ഞാൻ ആലോചിക്കണം. എൻ്റെ ഹബീബ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം? ആലോചിക്കണം. പക്ഷെ നമുക്ക് പറയാം ഹബീബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറയുമ്പോഴോ അള്ളാഹുവിനേക്കാൾ ക്വാളിറ്റിയുള്ള ഒരു ശക്തി ഇനി വരാനില്ല. ആ ക്വാളിറ്റിയുള്ളവരുടെ ഹബീബാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു അംഗീകാരം ഇനി ലഭിക്കാനില്ല എന്ന് സാഹിത്യ കേരളം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പാംസുസ്നാനം എന്ന് പറയുന്ന ഒരു കവിത രചിക്കപ്പെട്ടിട്ടുണ്ട്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് പാംസുസ്നാനം. നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഈ പാംസുസ്നാനം എന്ന് പറയുന്ന ഈ കവിത ഉണ്ടാകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സങ്കടമുണ്ടാക്കിയ സയ്യിദത്തുനാ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ധീരതയുടെ റോള്, ഒരു രക്ഷിതാവിന്റെ റോള് അനുകരിച്ച ഒരു സംഭവമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിലേക്ക് കുടൽമാല കൊണ്ടുവന്ന് ചാർത്തിയ ഒരു സംഭവം നമ്മളൊക്കെ കേട്ടതാണ്. ഈ സംഭവമാണ് വള്ളത്തോൾ നാരായണ മേനോൻ പാംസുസ്നാനത്തിൽ ഉദ്ധരിക്കുന്നത്. ഞാൻ ആ കവിത പാടുന്നില്ല. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ളവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ആ ചീഞ്ഞളിന്റെ കുടൽമാല സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം തങ്ങളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും സ്പർശിക്കില്ല. നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് വരുന്ന അവശിഷ്ടങ്ങൾ പോലും മറ്റൊരാൾ കാണാത്ത നിലക്ക് മണ്ണ് വിഴുങ്ങിക്കളയുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം. വരുന്ന വേർപ്പ് പോലും സുഗന്ധമായി അനുഭവപ്പെടുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം. തുപ്പൽ പോലും അത് താഴത്തേക്ക് വീഴാത്ത നിലയിൽ ആ തുപ്പുനീര് പോലും ശേഖരിക്കാൻ വേണ്ടി സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മത്സരിക്കുന്ന രംഗങ്ങൾ ചരിത്രങ്ങൾ കാണാം. അപ്പൊ തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയും പവിത്രമാർന്നതാണ്. തങ്ങളുടെ ശരീരത്തിൽ ആ മാലിന്യം എന്ത് ചെയ്തിട്ടില്ല? സ്പർശിച്ചിട്ടില്ല. പിന്നെ ശത്രുക്കൾ നോക്കുമ്പോൾ, മുത്തുനബി തങ്ങളെ ഉപദ്രവിച്ചവർ നോക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പ്രയാസമുള്ള തരത്തിൽ അത് തങ്ങളുടെ ശിരസിനോട് ചേർന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നു എന്ന് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ളവരുടെ വാക്കിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ തങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെയും ഏറ്റവും പരിശുദ്ധമായി നമ്മൾ കാണണം, നമ്മൾ ആദരിക്കണം, നമ്മൾ മഹത്വവൽക്കരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുന്നു, തങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ വേറെ ഒന്നും നമുക്ക് രക്ഷയില്ല. സയ്യിദുനാ സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടിയ ദലാഇൽ ഖൈറാത്ത് എന്ന് പറയുന്ന എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ടതായ, മുതഅല്ലിമുകൾക്കല്ല, മുതഅല്ലിമല്ലാത്തവർ എല്ലാ ദിവസവും ചൊല്ലേണ്ടതായ ഖുർആൻ ഓതുന്ന രൂപത്തിൽ ഒരു പേജെങ്കിലും ഓതി തീർക്കേണ്ടതാണ് എന്ന് നമ്മുടെ മശായിഖ്മാരൊക്കെ പഠിപ്പിക്കുന്ന ഒരു സലാത്തിന്റെ സംഗ്രഹമുണ്ട്. ഇത് രചിച്ചവരാണ് സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുത്തെ പാട്ടാണ് തുടക്കത്തിൽ ഞാൻ പാടിയത്. യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജൂലു യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി. യാ റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമായ യാ റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമായ നബിയെ, ഇന്നി ഖായിഫുൻ വജലു, ഞാൻ വല്ലാത്ത ബേജാറിലാണ്, വലിയ ടെൻഷനിലാണ്. എന്റെ ടെൻഷന്റെ കാരണമെന്നറിയോ? വലൈസ ലീ അമലുൻ, എനിക്കൊരു അമലുമില്ല, എനിക്കൊരു പ്രവർത്തനവുമില്ല. അൽഖൽ അലീമ ബിഹി, നാളെ രാജാതിരാജനായ എല്ലാം അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാൻ മാത്രം പര്യാപ്തമായ ഒരു അമലും എനിക്കില്ല. ആരാ പറയുന്നത്? എല്ലാ ദിവസവും 100 കണക്കിന് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സുലൈമാൻ ജസൂലി തങ്ങളാ പറയുന്നത്. 100 റക്അത്ത് നിസ്കാരം എങ്ങനത്തെ നിസ്കാരമാണെന്നറിയോ? റവാത്തിബ് സുന്നത്തല്ലാത്ത 100 റക്അത്ത് നിസ്കാരം. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത്,
അസറിന് മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് മുമ്പ് 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്. ഇത് നമ്മൾ ഏതായാലും നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമാണ്. ഇത് കൂടാതെ നിരുപാധികം വെറുതെ ഇങ്ങനെ നിസ്കരിക്കുന്ന 100 കണക്കിന് റക്അത്തുകൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സുലൈമാൻ അൽ ജസൂലി തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അമലും എനിക്കില്ല. എന്റെ പ്രതീക്ഷ എന്താണ്? സിവാ മഹബ്ബത്തിക്കൽ ഉൽമാ, അങ്ങയോടുള്ള വിശാലമായ മഹത്തമായ മഹബ്ബത്തല്ലാതെ, സ്നേഹമല്ലാതെ വേറൊന്നും എൻ്റെ മുമ്പിൽ ഒരു രക്ഷയായി പടച്ചവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കാനില്ല നബിയേ. അതുകൊണ്ട് എന്നെ ഒന്ന് ഏറ്റെടുക്കണേ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മഹത്തുക്കളായ ഉലമാഇന്റെ മുഴുവൻ പ്രതീക്ഷ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മുത്തുനബിയിലേക്ക് അടുക്കാൻ ധാരാളമായി ശ്രദ്ധിക്കണം. അടുക്കാനുള്ള നല്ലൊരു മാർഗം സ്വലാത്താണ്. ഒരു ചെറിയ കുട്ടി, 6 വയസ്സായ കുട്ടി, ആ കുട്ടിയുടെ വാപ്പയോട് പറയുന്ന ഒരു രംഗമുണ്ട്. ആ വാപ്പ നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ആ കുട്ടി വാപ്പാന്റെ അടുത്ത് വന്ന് പറയാണ്, വാപ്പാ, ഞാൻ ഇന്നലെ രാത്രി നല്ലൊരു ചൊറുക്കുള്ള മനുഷ്യനെ കണ്ടു എന്ന്. ചൊറുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മലബാർ ഭാഷയാണ്, ഭംഗി എന്നാണ് അതിന്റെ ഉദ്ദേശം. നല്ലൊരു ചൊറുക്കുള്ള മനുഷ്യനെ കണ്ടു. അപ്പൊ വാപ്പ എത്രയോ തവണ ഈ ചൊറുക്കുള്ള മനുഷ്യനെ കണ്ടവരാണ്. അപ്പൊ വാപ്പ ചോദിക്കുകയാണ്, ആ കണ്ട അടയാളങ്ങളൊക്കെ മോനെന്ന് പറഞ്ഞേ, അത് ഇന്ന രൂപത്തിലുള്ള ആളെയാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോ വാപ്പ പറയുന്നു, മോനെ അതാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വയസ്സായ കുട്ടി മുത്തുനബി തങ്ങളെ കാണുകയാണ്. അപ്പൊ വാപ്പ ചോദിച്ചു, മോൻ എന്താണ് അത് കാണാൻ മാത്രം ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചപ്പോ വാപ്പയോട് ആ മോൻ പറയുന്നത്, എല്ലാ ദിവസവും 300 സ്വലാത്ത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. 300 സ്വലാത്ത് മാത്രമല്ല, ശൈഖുനാ കൊണ്ടൂർ ഉസ്താദിന്റെ വാഹലുൽ ഖുബ്ബത്തി എന്ന് തുടങ്ങുന്ന ബൈത്തും വാപ്പ പഠിപ്പിച്ചു തന്ന അന്നു മുതൽ ഇന്ന് വരെ പതിവായി ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അത് കാരണമായിരിക്കാം മുത്തുനബി തങ്ങൾ എൻ്റെ കിനാവിൽ വന്നതെന്ന് ആ കുട്ടി പറയാണ്. നമ്മളിങ്ങനെ തങ്ങളെ കണ്ടവരെ കേൾക്കാനും അതിങ്ങനെ ചരിത്രം അറിയാനും മാത്രം വിധിക്കപ്പെട്ടവരാവാതെ കാണാനായിട്ടുള്ള പണികളെടുക്കുന്ന ആ മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നമ്മളൊക്കെ ചെയ്യണം. ആലിമീങ്ങളൊക്കെ നമ്മൾ ആദരിക്കണം, സാദാത്യങ്ങൾ നമ്മൾ ആദരിക്കണം. റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ ശൈലിയിൽ കാണാം, ഏതൊരു ചെറിയ മുത്തഅല്ലിം മുമ്പിൽ വന്നാലും മോനെ ഇങ്ങള് എന്നല്ലാതെ വിളിക്കൂല. ആ കുട്ടിയെ പേരെടുത്ത് വിളിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് പേടിയാണ്. അതുപോലെ തന്നെ സയ്യിദിനെ കണ്ടാൽ, എത്ര ഒരു സയ്യിദിനെ കണ്ടാലും ആദരിക്കുന്ന ഒരു ശൈലി മഹത്തുക്കളായ ഉലമാഇന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഏറ്റവും നിസാരക്കാരായ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ പറയുന്നതിൻ്റെ, ഇവിടെ ഇരിക്കുന്നതിൻ്റെ, മഹബ്ബത്തുകൾ കേൾക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് ഹറാമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രാസ്ഥാനിക ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിറാജ് അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ജീവിതത്തിൽ വലിയ സന്തോഷം കിട്ടുന്ന ഒരു മജ്ലിസായി അല്ലാഹു തആല ഈ മജ്ലിസിനെ പരിഗണിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ഏറ്റവും ആദരണീയരായ സയ്യിദ് മുഹ്ലാർ തങ്ങൾ, ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി PKM ജലാലുദ്ദീൻ മദനി ഉസ്താദ് അവർകൾ, ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത PM നിസാമുദ്ദീൻ സഖാഫി അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷഫീഖ് ഹാഷിമി അവർകൾ, വേദിയിലുള്ള ഹംസ മുസ്ലിയാർ, മറ്റ് ഉലമാക്കളെ, സദസ്സിലുള്ള
ബഹുമാന്യരായ ഉലമാക്കളെ, മുത്താലിംകളെ, അൽഹംദുലില്ലാഹ് കാരണവാരിധിയായ റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കഴിഞ്ഞ 6 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായ ബഹുമാനനായ മർഹം അബ്ദുൽ മജീദ് ഫൈലി ഉസ്താദ് അവരുകൾ തിരികൊടുത്തിയ ഇഷ്കെ റസൂൽ എന്ന ഈ മഹത്തായ മജ്ലിസ് ഈ വർഷവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂർവാധികം ഭംഗിയായി നടത്തുകയാണ്. അതിന് തൗഫീഖ് ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 1000 സ്തുതി. നാം ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ, സദസ്സുകൾ, മജ്ലിസുകൾ അതിനെ ദായിമാക്കിക്കൊണ്ട് ഉത്തരോത്തരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർ, അതിന് നേതൃത്വം നൽകുന്ന ജലാലുദ്ദീൻ മദനി ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരും ഇതിൻ്റെ പ്രവർത്തകരും എന്തുകൊണ്ടും ശ്ലാഘനീയമായ ദീനി ദഅവത്താണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നാം ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന അമലുകൾ, വലഹിയത്ത് ആണെങ്കിലും ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ മീലാദ് കോൺഫറൻസ്, ബഹുമാന്യരായ ഔലിയാക്കളുടെ ആണ്ടനുസ്മരണങ്ങൾ, ജീലാനി അനുസ്മരണം, റിഫായി ഷെയ്ഖിൻ്റെ അനുസ്മരണം തുടങ്ങിയ മഹാന്മാരായ ഔലിയാക്കൾ, ഇമാമികൾ എല്ലാവരുടെയും അനുസ്മരണങ്ങൾ നാം ദായിമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേക ബർക്കത്തുകൾ നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിജീവിതത്തിലുമൊക്കെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല. അതൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരുമാണ് നാം ഏവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഈ വർഷം നടക്കുന്ന മഹബ്ബത്തുൽ റസൂൽ, ഇഷ്കെ റസൂൽ, നമ്മുടെ നാട്ടിലും ഉള്ള ബഹുമാനരായ സാദാത്തുക്കളെ ആദരിക്കലും അവർക്ക് ഹദിയ എത്തിച്ചു കൊടുക്കലുമൊക്കെ നാം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ ഉലമാക്കളും പ്രവർത്തകരുമൊക്കെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർവോപരി ഭംഗിയായി നടത്തുന്നതിനുള്ള ആഫിയത്തും ആയുസ്സും എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പരിപോഷിപ്പിക്കുവാനും അതിലേക്ക് നമ്മുടെ മുഅ്മിനീങ്ങളെ അണിചേർക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതുമാണ് എന്നതിൽ അനുഭവങ്ങൾ സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നും നമ്മുടെയൊക്കെ ജീവിതാവസാനം വരെ അത് കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യമുണ്ടാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അടുത്തതായി പ്രൗഢഗംഭീരമായ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലെത്തിയിട്ടുള്ള ഷഫീഖ് ഹാഷ്മി ഉസ്താദ് അവരുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي لا إله إلا هو الحي القيوم والصلاة والسلام على نبيه خاتم الأنبياء والمرسلين والهادي إلى صراط المستقيم وعلى آله وصحبه الكرام الغر الميامين ومن تبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم
ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, മുത്തഅല്ലിമീങ്ങൾ, സ്നേഹനിധികളാകുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ മഹദ് ഫള് കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. എല്ലാ വർഷവും നടത്തി വരാറുള്ള ഉസ്താദുൽ അസാതീദ് ബഹ്ജത്തുസ്സുന്ന MD അബ്ദുൽ മജീദ് ഫൈലി നവ്വറല്ലാഹു മർഖദഹു മഹാനുഭാവൻ്റെ പേരിൽ ഇഷ്കെ റസൂൽ നടത്തി വരികയാണ്. അൽഹംദുലില്ലാഹ്, ധാരാളം സാദാത്യങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും മൺമറഞ്ഞു പോയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും നിസ്വാർത്ഥരായ പ്രവർത്തകരെയും ഒക്കെ അനുസ്മരിക്കുന്ന ഹയാത്തുൽ ഇസ്ലാമിൻ്റെ തിരുമുറ്റത്താണ് ഇന്ന് നാം നിലനിൽക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും മഹാത്മ്യവും സ്വഭാവവും അവിടുത്തെ എല്ലാ വിശേഷണങ്ങളും ഇങ്ങനെ നാം കേൾക്കുകയാണ്. റബീഉൽ അവ്വൽ 1 മുതൽ ഇന്ന് വരെ മുത്തുനബിയെക്കുറിച്ച് പാടുകയും പറയുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, തീരുന്നില്ല. എൻ്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ, മുത്തുനബിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ നാം ഇങ്ങനെ കേൾക്കുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ട് പോകുന്ന പ്രവണതയിൽ നിന്ന് നാം മാറേണ്ട വിഷയങ്ങൾ, എന്തുകൊണ്ട് മുത്തുനബിയുടെ സ്വഭാവങ്ങൾ അനുധാവനം നമുക്ക് ചെയ്തുകൂടാ? മുത്തുനബിയുടെ സ്വഭാവം അതൊരിക്കലും മാറുന്നതല്ല. ഒരു നേതാവിനെ പോലെ, ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ഒരു സെലിബ്രിറ്റി ആകട്ടെ, അവരെ പോലെ ഒന്നുമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അവിടുത്തേക്ക് ഒരു സെക്കൻഡ് പോലും ഒന്ന് അവിടുത്തേക്ക് സഹവസിക്കാൻ സാധിക്കാത്ത നാം മുത്തുനബിക്ക് വേണ്ടി ലക്ഷോപലക്ഷങ്ങൾ സ്വലാത്തുകൾ ചൊല്ലി തീർക്കുകയാണ്, കോടിക്കണക്കിന് ചെല്ലുകയാണ്. ഉദ്ഘാടന ഭാഷണത്തിലൂടെ കേട്ടു 6 വയസ്സുള്ള കുട്ടി മുത്തുനബിയെ കിനാവിൽ കാണുകയാണ്. എന്തേ സ്വലാത്ത് ചെല്ലുന്നത് കൊണ്ട്? ആരുടെ പേരിലാണ് ചെല്ലുന്നത്? നമ്മുടെ നേതാവിൻ്റെ പേരിൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുകയാണ്, മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുകയാണ്, എത്രയോ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവിനെ കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. ആ നേതാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുമ്പോഴാണ് നാം ഒരു ആശിക്കാകുന്നത്, ഒരു മാദിഹായി മാറുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നാം ശീലിക്കേണ്ടതും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ ബുഇസ്തു ലഉതമ്മിമൽ അഖ്ലാഖ്. എന്നെ നിയോഗിച്ചത് ഏറ്റവും പരിപൂർണമായ സ്വഭാവത്തിനുടമയായിട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ പോലും മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ മൗനത്തിലായിരിക്കുന്നവർ അവരല്ല ഒരു ആഷിഖ്, അവരല്ല ഒരു മുഹിബ്. അതിനല്ല ഇഷ്കെ റസൂൽ വെക്കുന്നത്, അതിനല്ല വടുതല വർഷങ്ങളായി നടത്തി വരുന്ന ഹുബ്ബ് റസൂൽ കോൺഫറൻസ് വെക്കുന്നത്. ഇതിനെല്ലാം മുത്തുനബിയുടെ പേരുകൾ കേൾക്കുമ്പോൾ ചെല്ലുന്നവരായി മാറാൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ മജ്ലിസുകളും അവിടെ വെക്കുന്നത് തന്നെ. ഖുർആൻ എടുത്തു പറയുകയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് അങ്ങയുടെ ജനതയോട് പെരുമാറിയത് എത്ര സുന്ദരമാണ്. നേതാവ് അവിടുത്തെ അനുയായികളോട് പെരുമാറുന്നത്, അവിടുത്തേക്ക് സഹവസിക്കുന്നത്, സംസാരിക്കുന്നത്,
പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം മുത്തുനബി അവിടുത്തെ അനുയായികളോട് ചെയ്യുന്ന പെരുമാറ്റ സ്വഭാവ സവിശേഷതകൾ കണ്ടുകൊണ്ട് ഓരോരുത്തരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. നേതാവ് എന്താണോ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുചരന്മാരെ വളർത്തിയെടുത്തതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബിയെ അവിടുന്ന് വായിക്കുമ്പോൾ, അവിടുന്ന് പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അവിടുത്തെ പദം തന്നെ ലിന്ദ, സംഗീത മധുരമായ ജീവിതം, എത്ര സന്തോഷകരമായ ജീവിതമാണ്. ആരോടും അവിടുന്ന് തർക്കിക്കാൻ നിന്നിട്ടില്ല, അവിടുന്ന് ആരെയും പഴുതു പറഞ്ഞിട്ടില്ല, മോശങ്ങൾ പറയാനോ. 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത അനസ് തങ്ങൾ പറയുകയാണ്, അനസേ നീ എന്തിനാണ് അനസേ നീ അങ്ങനെ ചെയ്തത്? അങ്ങനെ നീ ഇനി ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല അനസേ, നീ അങ്ങനെ ആകാൻ പാടില്ല അനസേ, ചെയ്തത് വളരെ മോശമായി പോയി എന്ന് ഇതുവരെ എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അവിടുന്ന് അനസ് തങ്ങൾ പറയുകയാണ്. അത്രത്തോളം 10 വർഷക്കാലത്തോളം അവിടുത്തെ ഹറക്കാത്ത് സക്കനാത്തുകളെല്ലാം രേഖപ്പെടുത്തി വെച്ച, അവിടുത്തെ എന്തിനും ഏതിനുമുള്ള അവിടുത്തെ സേവകൻ ഖാദിമ് പറയുകയാണ്, എന്നോട് ഇതുവരെ എന്നൊരു വാക്ക് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടില്ല. അത്രത്തോളമുള്ള രൂപമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, എത്രയോ ശത്രുക്കൾ, സ്വഹാബി വര്യന്മാർ, സ്വഹാബാക്കൾ അവിടുന്ന് ഒരു ശത്രുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടിയിടുകയാണ്. മദീനയുടെ തൂണിൽ കൊണ്ട് കെട്ടിയിടുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് എങ്ങനെയൊക്കെയോ ശത്രുവിനെ പിടിച്ചുകൊണ്ട് വന്നതാണ്. എന്റെ ഹബീബിനെ കുറ്റം പറയുന്ന, എന്റെ ഹബീബിനെ കിട്ടുന്ന സമയത്ത് മുഴുവനും ആക്ഷേപിക്കുന്ന, എവിടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന ആ ശത്രുവിനെ ഞങ്ങൾക്ക് പിടിക്കണം, അവനെ വധിക്കണം എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് വെച്ചുകൊണ്ട് ആ ശത്രുവിനെ സ്വഹാബി വര്യന്മാർ പിടിച്ചുകൊണ്ട് കെട്ടിയിടുകയാണ്. ഈ കെട്ടിയിട്ട സമയത്ത് മദീന പള്ളിയിലേക്ക് ആയിഷ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരികയാണ്. ആ ശത്രുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. നന്നായി ഒന്ന് ചിരിച്ച സമയത്ത്, പുഞ്ചിരിച്ച സമയത്ത് ശത്രു അത്ഭുതപ്പെടുകയാണ്, എന്നോടാണോ ഈ ചിരിക്കുന്നത്? അവിടത്തേക്ക് മുത്തുനബിയെ അപകീർത്തിപ്പെടുത്തുകയും പാടുകയും പറയുകയും ചെയ്യുന്ന ഒരു സദസ്സിൽ പോലും മുത്തുനബിയെ നന്മ പറയാത്ത, നന്മ പറയുന്ന സദസ്സുകളെല്ലാം മുടക്കുന്ന എന്നെ കണ്ടിട്ടാണോ ഇവിടുത്തെ ഹബീബ് ചിരിക്കുന്നത്? അത്ഭുതപ്പെടുകയാണ്. ശത്രു പോലും അവിടുന്ന് അത്ഭുതപ്പെടുന്ന രൂപമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വഹാബികൾ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബി അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് ഈ ശത്രുവിനെ ഞങ്ങൾ കഠിനമായി പിടിച്ചുകൊണ്ടുവന്നു, മുത്തുനബി അവിടുന്ന് അഴിച്ചുവിടുമോ? അവിടുന്ന് അഫ്വ ചെയ്യുമോ? അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്ത് പറഞ്ഞു വിടുമോ എന്ന ബേജാറാണ് സ്വഹാബികൾക്ക്. എന്തേ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഒരു സദസ്സിൽ പോലും അവൻ കടന്നു വന്നുകൊണ്ട് മുത്തുനബി അപകീർത്തിപ്പെടുത്തി ശത്രുക്കളുടെ നേതാവാകുക തന്നെ ചെയ്യും. അത്രത്തോളം ക്രൂരനാണ് നിൽക്കുന്ന സുമാമത്ത് ഇബ്നു അസാസാൽ എന്ന് പറഞ്ഞവർ. മുത്തുനബി പറഞ്ഞു, സുഹാബ കെട്ടഴിക്കൂ സുഹാബ. സ്വഹാബികൾ വന്നു, കെട്ടഴിച്ചു. പറയുന്നത് നേതാവാണ്. അക്ഷരം പ്രതി അവിടുന്ന് എന്തും അനുസരിക്കുന്ന അവിടുത്തെ സ്വഹാബി വര്യന്മാർ കെട്ടഴിച്ചു വിടുകയാണ്. കെട്ടഴിച്ചു വിട്ട സമയത്ത് സ്വഹാബികൾ ഒന്നടങ്കം നോക്കുകയാണ്, മുത്തുനബി ഇനി എന്താണ് പറയുക? ശത്രു നോക്കി നിൽക്കുകയാണ്. മുത്തുനബി കെട്ടഴിച്ചിരിക്കുന്നു. ഇനി എന്നെ കൊല്ലാൻ പറയാനാണോ? എന്നെ ഇനി എന്ത് ചെയ്യാനാണ്? വെട്ടാനാണോ? ഉമറിനെ ഇനി വിളിക്കുമോ എന്ന ഭയത്തിൽ നിൽക്കുകയാണ്. മുത്തുനബി നല്ലൊരു പുഞ്ചിരിയോടെ അവിടുന്ന് പറയുകയാണ്, സുമാമ അവിടുന്ന് പോയിക്കൊള്ളൂ സുമാമ, നിനക്ക് ഞാൻ അഫ്വ ചെയ്തിരിക്കുന്നു സുമാമ, നീ ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ സുമാമത്ത് അത്ഭുതപ്പെടുകയാണ്. എന്നെ നിരുപാധികം വിട്ടയക്കുകയോ എന്നെ അവിടുന്ന് അഫ്വ ചെയ്യുകയോ? എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ ഹബീബിനെ കുറിച്ചാണോ? ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണോ ഞാൻ ഇത്രയും നാൾ അപകീർത്തിപ്പെടുത്തി
തെറ്റിയത്, ഞാൻ മോശപ്പെടുത്തിയത്, ഞാൻ കിട്ടുന്ന സമയങ്ങൾ മുഴുവനും കുറ്റപ്പെടുത്തിയത് എന്നൊരു നൊമ്പരം കൽബകങ്ങളിൽ കുത്തുമ്പോൾ അവിടുന്ന് പോവുകയാണ്. തൊട്ടടുത്തൊരു കുളത്തിൽ ചെന്നുകൊണ്ട് മുങ്ങി കുളിച്ചതിന് ശേഷം തങ്ങളുടെ മഹനീയമാകുന്ന തിരുസവിധത്തിൽ ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്കുള്ള മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ കാണുകയാണ്. ആരാണ് സ്വീകരിച്ചത്? എന്റെ സ്വീകരിക്കാനുള്ള കാരണം എന്റെ ഹബീബ്, ഞാൻ സ്നേഹിക്കുന്ന അല്ല ഈ കാണുന്ന സ്വഹാബി വൃന്ദങ്ങൾ സ്നേഹിക്കുന്ന, എന്തിനും ഏതിനും പറയുമ്പോൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പറ്റം സ്വഹാബികൾ, ഇവരെന്തേ മുത്തുനബിയോട് ഇത്രത്തോളം ഇഷ്ക് കാണിക്കുന്നത്, എന്റെ ഇത്രത്തോളം മഹബ്ബത്ത് കാണിക്കുന്നത് അറിയില്ല. പക്ഷേ ഞാൻ ഇന്നറിയുകയാണ് അവിടുത്തെ കാരുണ്യം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ഒരൊറ്റ പുഞ്ചിരിയിലൂടെ എന്റെ കൽബകങ്ങൾ മാറ്റിയെടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് സുമാമത്ത് പറയുകയാണ്. ശത്രുക്കളെ പോലും സന്തോഷിപ്പിച്ച് അഫ്വ ചെയ്ത് വിടുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വീണ്ടും അല്ലാഹു പറയുകയാണ്, ലിൻദലഹും, എത്ര മനോഹരമാണ് അങ്ങയുടെ പെരുമാറ്റ സ്വഭാവം. ആ സ്വഭാവം കണ്ടിട്ട് തന്നെയാണ് മുഴുവൻ ആഭാല വൃന്ദങ്ങളാകുന്ന സ്വഹാബികൾ അവിടുത്തേക്ക് എന്തിനും ഏതിനും അവിടുന്ന് കൂടി നിൽക്കുന്നതെന്ന് ചരിത്രങ്ങളിലൂടെ കാണാം. അങ്ങയുടെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞതിനു ശേഷം, അനുഭവിച്ചതിന് ശേഷം ആളുകൾ അങ്ങയുടെ അടുക്കൽ നിന്ന് പോകുന്നില്ലല്ലോ നബിയേ, അവിടുന്ന് ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുകയാണല്ലോ. ഇനി മതി, മുത്തുനബിയുടെ സ്നേഹം എനിക്ക് ഇതുകൊണ്ട് മതി, ഇനി ഞാൻ പോവുകയാണ്. ഇല്ല, എനിക്ക് മതിയാവുന്നില്ല, എനിക്ക് ഇനിയും ആവോളം ലഭിക്കണം, എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണമെന്ന് സ്വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി അറിഞ്ഞവർ, പറഞ്ഞവർ, അറിയിച്ചവർ, പഠിച്ചവർ മുഴുവനും മുത്തുനബിയിലേക്ക് ആകർഷിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്, അങ്ങ് വല്ല ദുശാഠ്യക്കാരനോ ഒരു തരം കഠിന മനസ്സുള്ള ആളോ ആയിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുവട്ടത്തുള്ള ഒരാളും പോലെ അങ്ങയുടെ കൂടെ ഉണ്ടാവുകയില്ലായിരുന്നു നബിയെ. പക്ഷെ നബിയെ, അങ്ങ് അങ്ങനെയല്ലല്ലോ. അവിടുന്ന് എല്ലാവരോടും നല്ല സഹിഷ്ണുതയല്ലേ, നല്ല സ്വഭാവമല്ലേ. പക്ഷേ ഇപ്പോഴുള്ള ജനങ്ങളെ നാം നോക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എത്രയാണ് ദയനീയാവസ്ഥകൾ. നബിദിനം വരുമ്പോൾ മുത്തുനബിയെ കുറിച്ച് പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യേണ്ട നാം എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. നാം ഒന്ന് പള്ളിയിൽ വന്നാൽ, നല്ല വഹലിന്റെ സദസ്സിൽ വന്നാൽ നാം തീരുന്നതാണോ? നമ്മുടെ സ്വഭാവ മഹിമകൾ, മുത്തുനബിയുടെ സ്വഭാവങ്ങൾ അനുധാവനം ചെയ്യേണ്ടതല്ലേ? അവിടുത്തെ ജീവിതങ്ങളല്ലേ? സുബ്ഹിയാകട്ടെ, മറ്റുള്ള വഖ്തുകളാകട്ടെ, റവാത്തിബ് സുന്നത്തുകളാകട്ടെ, മനുഷ്യന്മാരോടുള്ള ഇടപഴക്കങ്ങളാകട്ടെ, ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സഹോദരന് കുത്തുന്നുണ്ടോ, നോവുന്നുണ്ടോ? ഇല്ല, ആ ചിന്തകൾ നമുക്കില്ല. ഇന്ന് നാം വലിയ ലീഡേഴ്സ് ആണ്, ഇന്ന് നാം എല്ലാവരും വലിയവരാണ്. കുട്ടികളടക്കം അവിടുന്ന് ഇതാ എന്ന് വിളിക്കുമ്പോൾ പോട എന്ന് പറയുന്ന രൂപത്തിലേക്ക് കുട്ടികൾ തന്നെ മാറുകയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാനോ ആദരിക്കാനോ കുട്ടികളോട് കാരുണ്യം കാണിക്കാനോ ജനങ്ങൾ നോക്കുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നു. സദസ്സുകളിൽ എത്തുന്നുണ്ട്, ശരീരമാണ് വരുന്നത്. കൽബകങ്ങൾ ഹബീബിനോടുള്ള ഇഷ്ക്, അതിനാണ് ഇഷ്കെ റസൂലും മഹബ്ബത്തു റസൂലൊക്കെ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബകങ്ങളിൽ ഊട്ടിയുറപ്പിച്ച് നൽകുമാറാകട്ടെ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാമാണ് നടക്കുന്നത്? മുത്തുനബിയുടെ അനുയായിയാണ്,
പേരിൽ മുസ്ലിമാണ്, നടക്കുന്നതോ നിസ്കാരങ്ങളില്ല. അവിടുന്ന് കള്ളുകുടിയും മറ്റുള്ള ഓരോ വിഷയങ്ങളിലേക്കും മദ്യപാനത്തിലടക്കം പോവുകയാണ്. എന്റെ നബി അതിനു വേണ്ടി നിന്നവരാണോ? അല്ല. ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, സിറാത്ത് പാലം വിട്ട് സ്വർഗ കവാടത്തിലെത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികെ സിറാത്ത് പാലത്തിൽ നിന്ന് തിരികെ വരികയാണ്. അങ്ങനെ വരുന്ന ഒരേ ഒരാൾ നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിനു വേണ്ടിയാണ് അങ്ങനെ വരുന്നത്? എന്റെ ഉമ്മത്ത്, എന്റെ ജനത, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം സമൂഹം, എന്റെ ഉമ്മത്ത്, അവരാരെങ്കിലും അവിടുന്ന് ഇടങ്ങേറാകുന്നുണ്ടോ? ആഖിറത്തിൽ വെച്ച് മഹ്ശറ വൻസമയിൽ വെച്ച് അവർ ബുദ്ധിമുട്ടുന്നുണ്ടോ? അവരെങ്ങോട്ടാണ് കടക്കുന്നത്? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ഇനി നരകത്തിലാണെങ്കിൽ എന്റെ ഉമ്മത്ത് നരകത്തിൽ കടക്കുമ്പോൾ ഈ സാധുവായ ഇവരുടെ എല്ലാ നേതാവാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗീയാരാമത്തിൽ ഉല്ലസിക്കാൻ പറ്റില്ല. എന്റെ അനുയായി, എന്റെ മുഹബ്ബത്തുള്ള എന്റെ അനുയായി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് അങ്ങ് നരകത്തിൽ കിടക്കുമ്പോൾ എനിക്ക് അവിടുന്ന് സുഖിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യസനിക്കുന്ന, എന്ന് പറയുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണുള്ളത്. മുത്തുനബി ഓർക്കുക, നമ്മുടെ നാടത്തെ ജീവിതങ്ങൾ നോക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്നു, നമ്മൾ ഓരോന്ന് വലിയ പ്ലാനുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസങ്ങൾ അങ്ങ് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനേറെ ഈ സാധുവായ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു കഅബത്തിങ്കലേക്ക് പോകണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമാകുന്ന തിരുഹളറത്തിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്നവിടുന്ന് പറയണമെന്ന് വലിയ ആഗ്രഹമാണ്, വലിയ ഇഷ്കായിരുന്നു. പക്ഷേ നീണ്ട 12 വർഷക്കാലം പാസ്പോർട്ട് എടുത്തു, എല്ലാം കഴിഞ്ഞു. ഇല്ല, മുത്തുനബിയുടെ അരികിലേക്ക് പോകാൻ അവസരം കിട്ടിയില്ല. പൈസ ഇല്ലാത്തതാണോ? അല്ല, അവിടുന്ന് ഖളാ ആണ്. ചിന്തിച്ചിരിക്കുമ്പോൾ ഹയാത്തുൽ ഇസ്ലാമിന്റെ എന്തിനും ഏതിനും അവിടുത്തെ എല്ലാമാകുന്ന ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ തന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഹറമിലെത്തുകയാണ്, സന്തോഷിക്കുകയാണ്. കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫിൽ ഒരു ഉംറ ചെയ്താൽ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന മാസത്തിൽ തിരുഹളറത്തിൽ ഹറമൈനിയിൽ ഷരീഫൈനിയിൽ ചെല്ലാനും അവിടുന്ന് പോകാനും ഇബാദത്തുകൾ നിർവഹിക്കാനും തൗഫീഖ് കിട്ടി. കണ്ണടച്ചു തുറക്കുമ്പോഴത്തേക്കും ഒരു കിനാവ് കണ്ടതുപോലെ അതെല്ലാം അവിടുന്ന് പോവുകയാണ്, കഴിഞ്ഞുപോയി. ഓരോ സമയങ്ങൾ, വിദ്യാർത്ഥികളുടെ പരീക്ഷകളാകട്ടെ, കല്യാണങ്ങളാകട്ടെ, ഓരോ ഫംഗ്ഷനുകളാകട്ടെ, ഓരോന്നും നമ്മൾ ദീർഘനേരത്തെ അല്ലെങ്കിൽ മാസങ്ങളോളം വരാനിരിക്കുന്ന പരിപാടികൾ അവിടുന്ന് കുറിച്ചിടുമ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം കണ്ണടച്ച് തുറക്കുന്ന സമയം പോലെ ആ ദിവസങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇതേപോലെ തന്നെയാണ് നാം ഒരു മലക്കിനെ കാണേണ്ടവരല്ലേ? നമ്മളും ഈ ലോകത്തിന് നിന്ന് വിട പറയേണ്ടവരല്ലേ? ഞാൻ ജീവിച്ചു, നമ്മൾ മലക്ക് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും കാണുന്ന ഒരു മലക്കുണ്ടതാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്റായീൽ നമ്മുടെ മുന്നിലേക്ക് വരില്ലേ? അങ്ങനത്തെ ഒരു സമയം നമുക്കില്ലേ? ആ സമയവും നമ്മുടെ മുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അത് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്ന ബോധമാണ് നാം വേണ്ടത്. അവിടുന്ന് നമ്മുടെ ഉപ്പമാര്, അവരുടെ പിതാക്കന്മാര്, നമ്മുടെ മുൻഗാമികളെല്ലാം അവിടുന്ന് മരണപ്പെടുകയാണ്. അവര് തന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറുകയാണ്. അവരുടെ ജസദുകളില്ല, ഓർമ്മകൾ ഏതാനും കാലങ്ങൾ മാത്രം നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ അതും അവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അവിടുത്തെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ കുറച്ച് ദിവസം വിഷമിക്കുകയാണ്, വീണ്ടും ചിരിയിലേക്ക് പോകുന്നു. മക്കൾ വിഷമിക്കുകയാണ്, എന്റെ പിതാവ് പോയല്ലോ, എന്റെ എന്തിനും ഏതിനുമാകുന്ന എന്റെ അത്താണി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞല്ലോ എന്ന് വ്യസനിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ചിരിയിലേക്ക് മകനും മാറുകയാണ്, മകളും മാറുകയാണ്, പേരക്കുട്ടികളും മാറുകയാണ്. ഈ രൂപത്തിലേക്ക് മനുഷ്യൻ അത്രത്തോളമേ ഉള്ളൂ. പക്ഷേ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ
അതാണ് നമുക്ക് നാളെ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് നാം ഈ മജ്ലിസുകളിൽ വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന ഹുബ്ബ് റസൂൽ കോൺഫറൻസ് ഇഷ്കെ റസൂലിന്റെ 1-ാം ദിനത്തിലാണ് ഇന്ന് നാം ഉള്ളത്. നാളത്തെ ദിവസം സാദാതീങ്ങളെ കൊണ്ട് നിറയുന്ന, അവരനുമോദിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി എന്തിനും ഏതിനും നിന്നുകൊടുക്കുന്ന വലിയ മജ്ലിസുകൾ. അതിനു പുറമെ മഹബ്ബത്തുർ റസൂൽ, ആശിഖീങ്ങളുടെ മനതലങ്ങൾ കീഴടക്കിയ എത്രയോ പ്രഭാഷണ വേദികളിൽ അവിടുന്ന് മുത്തുനബിയെ മനസ്സിലേക്ക് നമ്മൾ ആവാഹിപ്പിച്ച ശൈഖുന ഉസ്താദ് അവർകൾ, ജലാൽ ഉസ്താദ് അവർകളുടെ ഇഷ്കെ റസൂൽ പ്രഭാഷണം തന്നെ നടക്കാനിരിക്കുകയാണ് നാളത്തെ ദിവസം. അതിനെല്ലാം പുറമെ ബഹുവന്യരായ PMS തങ്ങൾ, വടുതലയുടെയും അരൂരിന്റെയും എല്ലാം അവിടുത്തെ ഖാലി, അവിടുത്തെ നേതൃത്വം, അനുഗ്രഹീത സാന്നിധ്യം നാളെ നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാര്, മുഅ്മിനീങ്ങൾ എല്ലാവരും നാളത്തെ മജ്ലിസിൽ വൈകുന്നേരം മഗ്‌രിബിന് തന്നെ നമ്മുടെ മജ്ലിസുകളിൽ എത്തിച്ചേരണമെന്നും കൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതാകണം നമ്മുടെ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ. ഹബീബിനെ പഠിക്കുകയും അറിയുകയും അനുധാവനം ചെയ്യേണ്ടവരുമാണ്. അവിടുന്ന് കള്ളുകുടിയിലേക്കോ ലഹരി പദാർത്ഥങ്ങളിലേക്കോ പെണ്ണുപിടികളിലേക്കോ തെമ്മാടിത്തരങ്ങളിലേക്കോ പോകേണ്ടവരല്ല ഓരോരുത്തരുമെന്ന് നാം പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനാണ് നാം കലാലയങ്ങളിൽ കൊണ്ട് മക്കളെ വിടുന്നുണ്ട്? വിദ്യാഭ്യാസം നേടണം. എന്താണ് വിദ്യാഭ്യാസം നേടേണ്ടത്? ആളുകളെ കാണുമ്പോൾ അവിടുന്ന് സംസാരിക്കേണ്ട രീതികൾ, മനുഷ്യന്മാരുമായി ഇടപഴകേണ്ട രീതികൾ, ഇതെല്ലാം പഠിക്കാനും വലിയ ഉന്നതങ്ങളാകുന്ന ജോലികൾ കരഗതമാക്കാനും ആഗ്രഹിച്ചുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ വിടുകയാണ്. വിടുന്ന സമയത്ത് ഇന്ന് മാതാപിതാക്കൾ പേടിയിലാണ്. എന്റെ മകൻ സിഗരറ്റ് വലിക്കുകയാണ്, അവൻ കഞ്ചാവിൽ ലഹരിയിൽ അടിമപ്പെടുകയാണ്. ആരാണ്? ഏറ്റവും വലിയ മഹാഭാരതമാകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസങ്ങൾ കൊണ്ട്, യൂണിവേഴ്സിറ്റികൾ കൊണ്ട്, കോളേജുകൾ കൊണ്ട്, എന്തിനും ഏതിനും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ കൊണ്ട് നിറഞ്ഞ കേരളത്തിൽ വിദ്യാഭ്യാസം നേടുമ്പോൾ പേടിയാണ്. അധ്യാപകർ പോലും പഠിപ്പിക്കാൻ ക്ലാസ് മുറികളിലേക്ക് കയറുമ്പോൾ വിഷമത്തിലാണ് വരുന്നത്. എന്തേ ഇന്നുണ്ടാകാൻ പോകുന്നത്? ഞാൻ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ എന്റെ കസേര അവിടുന്ന് നശിപ്പിച്ചിട്ടുണ്ടാകുമോ? ഇരിക്കുന്ന സമയത്ത് ഞാൻ വീഴുമോ? ഭയമാണ്. ഒരു കുട്ടിയോട് ചൂടാകാൻ പറ്റില്ല, അവനെ ഒന്ന് ശാസിക്കാൻ പറ്റില്ല, തല്ലാൻ പറ്റില്ല. എന്തേ? അവിടുന്ന് തല്ലിയാൽ പോസ്കോ എന്ന കേസിലേക്ക് മാറുകയാണ്. കുട്ടികൾ നന്നാവരുത്, അവർ നാളത്തെ ഭാവി ജീവിതത്തിലേക്ക് മാറരുത്. ചെറുപ്രായത്തിൽ തന്നെ ജീവൻ പൊലിഞ്ഞു പോകുന്ന മക്കളെ നാം കാണുകയാണ്. അവിടുന്ന് വണ്ടിയെടുത്ത് പായുകയാണ്. എന്തെന്നില്ലാത്ത വല്ലാത്ത തിരക്കുകളോടെ അവർ പോവുകയാണ്. പക്ഷെ പോകുന്നതേ ഉള്ളൂ, അവരെത്തുന്നില്ല എന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നാം കാണുകയാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം ഹിഫ്ളും ഹിമായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നാളത്തെ വാഗ്ദാനങ്ങളാക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയുള്ള നല്ല സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാകണം മുത്തുനബിയുടെ അനുയായികൾ, അവിടുത്തെ ഒരു ഇഷ്ക് വെക്കുന്നവരാകണം. പക്ഷേ സ്വഹാബികളെ നാം നോക്കിക്കേ. നമ്മുടെ സ്വഹാബികൾ, മുത്തുനബിയെ കണ്ടുപഠിച്ച സ്വഹാബികൾ, അവരുടെയൊക്കെ ജീവിത ശൈലികൾ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ അരികിലേക്ക് വരികയാണ്. നബിയേ, അവിടുന്ന് വിഷമത്തോടെ പറയാണ്, നബിയേ, അവിടുന്ന് ഈ പാവപ്പെട്ട സൗബാൻ കണ്ണ് കാണുന്നില്ല നബിയേ, വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ. സൗബാൻ, എന്താണ് മോനെ നിനക്ക് പറ്റിയത്? എന്തേ നിനക്ക് പ്രശ്നമുണ്ടായത്? നബിയേ, എനിക്ക് രോഗങ്ങളില്ല നബിയേ, എനിക്ക് വലിയ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഇല്ല നബിയേ. പക്ഷേ ഒന്നുണ്ട് നബിയേ, അങ്ങയെ കണ്ടുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഞാൻ വിട്ടുപോകുമ്പോൾ തൊട്ടടുത്താണല്ലോ നബി എൻ്റെ ഭവനമുള്ളത്, എൻ്റെ വീടുള്ളത്. പക്ഷേ അത്രത്തോളം ദൂരം പോകുമ്പോൾ പോലും അങ്ങേ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ നബിയെ. അവിടുന്ന് വല്ലാത്ത ഇഷ്കാണ് നബിയെ, അവിടുത്തെ വല്ലാത്ത ഹുബ്ബാണ് നബിയെ. അങ്ങേ കാണാത്തത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല നബിയെ, എൻ്റെ ഖൽബ് താങ്ങുന്നില്ല നബിയെ, സഹിക്കുന്നില്ല നബിയെ. അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ എന്ന് പറയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയണം സൗബാനോട്? അവിടുത്തെ വിഷമങ്ങൾ കാരണം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്
കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ട് സൗബാൻ തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയില്ലേ? അവരുടെ ഇഷ്ക് എന്തായിരുന്നു? മുത്തുനബി എന്നുള്ള മഹബത്ത്, ആഷിഖ്, ഇഷ്ക് മാത്രം. അവിടുന്ന് എങ്ങനെയെങ്കിലും മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണം എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും അവിടുത്തേക്കില്ലായിരുന്നു. അതായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്. അതേപോലെയായിരുന്നു മുത്തുനബി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ സന്ദർഭം. ഇന്ന് അതിനു പുറമെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇഷ്കെ റസൂൽ വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന വലിയൊരു മഹത്തായ മജ്ലിസ് ആണെങ്കിൽ ഇപ്രാവശ്യം ഹയാത്തിലെ വിദ്യാർത്ഥികൾ, ഹയാത്തുൽ ഇസ്ലാം സ്റ്റുഡൻസ് അസോസിയേഷൻ, ഹിസ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടനയിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന വലിയൊരു മജ്ലിസാണ്. വിദ്യാർത്ഥികളുടെ സംഘടനയും എന്താണെന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അവർ ഇൽമിന്റെ സദസ്സിലാണ്, ആത്മീയത മുറ്റി നിൽക്കുന്നവരാണ്, മുഴുസമയത്തും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർ, ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്നവർ, അവിടുന്ന് അസ്മാഉൽ ബദ്റും അഅ്ലമുസ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും റവാത്തിബ് സുന്നത്ത് അടക്കമുള്ളത് പതിവാക്കുന്ന മക്കൾ. ആ മക്കളാണ് ഈ മജ്ലിസ് നടത്തുന്നത്. അവർക്കുള്ള പ്രചോദനം ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരും ഇരിക്കുന്ന മുഅ്മിനീങ്ങളുമാണ്. നമ്മുടെ മക്കളെ നമ്മളാണ് അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മജ്ലിസുകളിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അവർ നടത്തേണ്ട പരിപാടികളും നാളത്തെ വാഗ്ദാനങ്ങളാകേണ്ടവരും. നമ്മുടെ മക്കൾ കൈവിട്ടുപോയാൽ പിന്നെ എല്ലാം നശിച്ചു പോവുകയാണ്. നാം സമ്പാദിക്കുന്നത് നമുക്ക് എന്തെല്ലാം വേണോ അതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ വഴികേടിലായാൽ തീർന്നു നമ്മുടെ ജീവിതങ്ങൾ. അങ്ങനെയാകാൻ പാടില്ല. നാം ഇന്നത്തെ മജ്ലിസിലേക്കും നാളത്തെ മജ്ലിസിലേക്കും അവിടുന്ന് നമ്മുടെ മക്കൾ ബക്കറ്റുമായി വരുന്ന സമയത്ത് അവിടുന്ന് നമ്മെ കൊണ്ട് കഴിയുന്ന ഹദിയകൾ നൽകി ആ മക്കളെ സന്തോഷിപ്പിക്കണം. അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം മുസീബത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം റബ്ബ് തട്ടിക്കളയും. അസ്സദഖതു റദ്ദുൽ ബലാ. ഈ മജ്ലിസിന് വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നമ്മുടെ ഖുർആൻ പഠിക്കുന്നതും ദഅവയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ബക്കറ്റുമായി വരുന്ന സമയത്ത് നല്ല ഹദിയകൾ നിങ്ങൾ നൽകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേൾക്കുമ്പോഴേക്കും അവിടുന്ന് വല്ലാത്ത വ്യസനത്തോടെ, വല്ലാത്ത വിഷമത്തോടെ, ഒരു കർഷകൻ കൃഷി ചെയ്യുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. സ്വഹാബിയാണ്, നെട്ടിപ്പോയി. എന്റെ ഹബീബാണോ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്? എന്റെ ഹബീബോ, ഞാൻ ഇഷ്ക് വെക്കുന്ന എന്റെ മുത്തുനബിയാണോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്? കേട്ട പാടെ തന്നെ അല്ലാഹുമ്മ അഅ്മി ഐനയ്യ, റബ്ബേ എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു അല്ലാഹ് എന്നവിടുന്ന് പറയുന്ന സ്വഹാബി മുത്തുനബിയോട് വല്ലാത്ത ഇഷ്ക് വെക്കുന്നു. മുത്തുനബി കാണാത്ത, മുത്തുനബി ഇല്ലാത്ത ഒരു ദുനിയാവ് എനിക്ക് കാണണ്ട അല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്ന സ്വഹാബികൾ. എന്റെ അവിടുത്തെ ഇഷ്കാണ്. ഇല്ല, എന്റെ മുത്തുനബി ഇല്ല, ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിത പ്രയാണം എനിക്ക് എങ്ങനെ പോകണം അറിയില്ല. എന്നെ നന്നാക്കിയെടുത്ത, ജാഹിലിയാകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്നെ എല്ലാ തരത്തിലും മാറ്റിയെടുത്ത എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത ദുനിയാവ് ഇനി എനിക്ക് കാണണ്ട അല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബികൾ തീർന്നില്ല. മുത്തുനബി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേക്കും അവിടുന്ന് ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഇനി മദീന കാണണ്ട, മുത്തുനബി ഇല്ലാത്ത മദീനയിൽ ഇനി ഞാൻ വസിക്കില്ല എന്ന് പറഞ്ഞു പോയി സിറിയയിലേക്ക് താമസം മാറ്റി ബിലാൽ തങ്ങൾ. അവിടുന്ന് പിന്നീട് വരുന്ന സന്ദർഭമുണ്ട്. മുത്തുനബിയെ കിനാവിൽ കണ്ടിട്ട്, അതേ മുത്തുനബിയെ കിനാവിൽ കാണുകയാണ്. എങ്ങനെയാണ് കിനാവിൽ കാണുന്നത്? ഇഷ്കുള്ളവർ മുത്തുനബിയോട് ഒരു തരി മഹബ്ബത്ത് നമ്മുടെ ഖൽബകങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുത്തുനബി കാരുണ്യത്തിന്റെ ഹബീബാണ്. അവിടുന്ന് എന്തിനും മുത്തുനബി എല്ലാവർക്കും കാരുണ്യമായിട്ട് വന്നവരാണ്. തീർച്ചയായിട്ടും ഒരു മഹബ്ബത്തിന്റെ ഒരു കണിക ഖൽബിലുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും മുത്തുനബിയെ നമുക്ക് കിനാവിൽ കാണാം. കണ്ടില്ലേ മുത്തുനബി, ഇനിയും കണ്ടില്ലേ, സ്വപ്നത്തിലും കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന കണ്ണിയത്തുസ്താദ്, നിങ്ങൾ കിനാവിലും മുത്തുനബിയെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വന്നവർ അത്ഭുതപ്പെടുകയാണ്. മനാമിലും യഖ്ളത്തിലുമെല്ലാം കാണുന്ന ബഹുവന്യരായ കണ്ണിയത്തുസ്താദ്, നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാർ, എത്രയോ ചെറിയ മക്കൾ, ഇവരെല്ലാം മുത്തുനബിയെ കാണുകയാണ്, പഠിക്കുകയാണ്, അറിയുകയാണ്. എന്റെ അവിടുത്തെ സൗന്ദര്യം, അവിടുന്ന് കേൾക്കുന്ന ഇഷ്കുകൾ കൽബകങ്ങളിലേക്ക് ആവാഹിച്ച് എന്റെ അതിനെല്ലാം നിദാനമാകുന്നത് ചരിത്രങ്ങൾ തന്നെയാണ്. മുത്തുനബിയെ സ്നേഹിച്ച മഹബ്ബത്ത് വെച്ച ഒരു പറ്റം ആശിഖീങ്ങൾ അവരിങ്ങനെ രേഖപ്പെടുത്തുകയാണ്, അവർ ബൈത്തുകൾ ചെല്ലുകയാണ്, അവർ പാടുകയും പറയുകയും ചെയ്യുമ്പോൾ മുത്തുനബി അറിയാതെ കിനാവിൽ കിടക്കുന്ന സമയത്ത് കിനാവിൽ കാണുകയാണ്. റബ്ബദിനുള്ള തൗഫീഖും സൗഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനനുയോജ്യമായ കണ്ണും കൽബും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിലാൽ തങ്ങൾ കിനാവിൽ കണ്ടിട്ട് നേരെ വരികയാണ് മദീനയിലേക്ക്. എന്റെ നബിയെ കാണണം, എന്റെ നബിയുടെ റൗളയുടെ അരികിൽ എനിക്കൊന്ന് ചെല്ലണം, എനിക്കൊന്ന് പൊട്ടിക്കരയണം, എന്റെ ഹബീബിന്റെ അരികിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് താങ്ങില്ല എന്ന് ബിലാൽ തങ്ങൾക്കറിയാം. എന്നിട്ടും വരികയാണ്. മുത്തുനബി കിനാവിൽ വന്ന് ചോദിച്ച ചോദ്യം ബിലാൽ തങ്ങളെ കൊല്ലുന്നതിന് തുല്യമായി പോയി. ബിലാലെ, ഞാനുമായി പിണക്കത്തിലാണോ ബിലാലെ എന്ന് ചോദിക്കുമ്പോൾ ബിലാൽ തങ്ങൾക്ക് സഹിക്കുന്നില്ല, അവിടുന്ന് പറ്റുന്നില്ല. എന്റെ നബിയാണോ, നബിയോട് എനിക്ക് ദേഷ്യമോ പിണക്കമോ? ഇല്ല, എനിക്ക് എന്റെ നബിയെ കാണണമെന്ന് വെച്ചുകൊണ്ട് മദീന മുനവ്വറയിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് സ്വഹാബികൾ സ്വീകരിക്കുന്നു, അവിടുന്ന് എല്ലാവരും അവിടുന്ന് സ്വീകരിച്ചിരുത്തുന്നു. ബിലാൽ തങ്ങൾ വന്നല്ലോ. മുത്തുനബിയുടെ പേരക്കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, ബിലാൽ തങ്ങളെ മുത്തുനബിയുള്ള കാലത്ത് കൊടുത്ത ഭാഗൊന്ന് കൊടുക്കുമോ ബിലാൽ തങ്ങളെ? കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹമുണ്ടെന്ന് ബിലാൽ തങ്ങളോട് ഹസൻ ഹുസൈനാർ റളിയല്ലാഹു അൻഹുമാ പറയുന്ന സമയത്ത് ബിലാൽ തങ്ങൾ പറയാനില്ല മക്കളെ, എനിക്ക് സാധിക്കില്ല മക്കളെ, എനിക്കതിന് താക്കത്തില്ല മക്കളെ എന്ന് പറയുമ്പോൾ പറ്റില്ല തങ്ങളെ, അവിടുന്ന് കൊടുക്കണം ബിലാൽ തങ്ങളെ എന്ന് കെഞ്ചി പറയുമ്പോൾ മുത്തുനബിയുടെ പേരക്കുട്ടി, അവിടുത്തെ എല്ലാം ആവാഹിച്ചിരിക്കുന്ന ഹസൻ ഹുസൈനാർ റളിയല്ലാഹു അൻഹുമാ അവരവിടുന്ന് പറയുമ്പോൾ എങ്ങനെ എനിക്ക് നിരാശിക്കും എന്നറിയില്ല എന്ന് വെച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ ബാങ്ക് കൊടുക്കാൻ പോവുകയാണ്. ബാങ്ക് കൊടുക്കുന്നു, പക്ഷേ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് മുഴുവിപ്പിക്കാൻ അവിടുത്തേക്ക് സാധിച്ചില്ല. അതിനു മുമ്പേ ബോധരഹിതനായി വീഴുകയാണ്. എന്തേ? അതെല്ലാം ഇഷ്കായിരുന്നു, മഹബ്ബത്തായിരുന്നു. അവിടുത്തെ ഓർക്കുകയാണ്, പേര് പറയുമ്പോൾ തന്നെ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. ഞങ്ങൾക്കറിയാം, 10 വർഷക്കാലം ഞാൻ പഠിച്ച സിറാജുൽ ഹുദ, ഞാനും ത്വാഹൗസൊക്കെ പഠിക്കുന്ന ആ കോളേജിലെ തൊട്ടടുത്ത കടക്കാരനാണ് അബൂക്ക എന്ന് പറഞ്ഞൊരു ചായക്കച്ചവടക്കാരൻ. അദ്ദേഹം ഉംറക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പേരോട് ഉസ്താദ് അടക്കമുള്ള വലിയൊരു സദസ്സിൽ അദ്ദേഹത്തെ അവിടുന്ന് യാത്രയപ്പ് നൽകുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ആ അബൂക്ക ചായക്കച്ചവടക്കാരൻ, സാധാരണക്കാരൻ, നാടൻ മനുഷ്യൻ, ആ മനുഷ്യൻ വന്നിട്ട് അവിടുന്ന് സംസാരിക്കുമ്പോൾ എല്ലാ മുത്തഅല്ലിമീങ്ങളെ അറിയാം, 100 കണക്കിന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ മുഴുവനും ആ മനുഷ്യനറിയാം. ആ കടയിലാണ് കുട്ടികൾ അടക്ക സമയങ്ങളിൽ പോയി ചായ കുടിക്കാറ്. അവിടുന്ന് ആ മനുഷ്യൻ ഇങ്ങനെ യാത്രയപ്പിൽ വന്ന് പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ പൊട്ടിക്കരയാണ്. പറ്റുന്നില്ല മക്കളെ, ഒന്ന് തെറ്റിദ്ധരിക്കല്ലേ, ഈ നിൽക്കുന്ന സദസ്സിൽ വന്നതുകൊണ്ട് ഞാൻ കരയുന്നതല്ല, മുത്തുനബിയുടെ പേര് പറയുമ്പോൾ ഇല്ല, ഈ അബൂബക്കറിന് സാധിക്കുന്നില്ല, ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അത്രത്തോളം ഇഷ്കുകൾ ആവാഹിച്ച് ഓരോ നാടനായ മനുഷ്യന്മാര് പോലും മുത്തുനബിയോട് മഹബ്ബത്ത് വെക്കുകയാണ്, ഇഷ്ക് വെക്കുകയാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്ക് പ്രയാസമുണ്ടോ സ്വലാത്ത് ചൊല്ലൂ, രോഗമുണ്ടോ സ്വലാത്ത് ചൊല്ലും, എന്തിനും ഏതിനും അവിടുന്ന് നമുക്ക് നിദാനമാകുന്നത് സ്വലാത്ത്
സ്വലാത്താണ്. ആ സ്വലാത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, നമുക്ക് വലിയ ഉന്നതങ്ങളാകുന്ന വലിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നു. ഇവിടെ വേണ്ട, നമുക്ക് ആഖിറത്തിൽ ലഭിച്ചാൽ മതി. മുത്തുനബിയെ ഒരു തവണയെങ്കിലും ആ സ്വർഗീയാരാമത്തിലൊന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ നാം സ്വലാത്ത് ചൊല്ലൂ. തീർച്ചയായിട്ടും അതിന് റബ്ബ് തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, നമ്മളിങ്ങനെ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മുടെ കൽബിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെന്തു പറഞ്ഞാലും മുത്തുനബിയെ കുറിച്ച് പറയാത്ത ഒരു സദസ്സും അവിടുന്ന് കഴിഞ്ഞു പോകാറില്ല. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹാബി വൃന്ദങ്ങളെ വിളിച്ചിട്ട് പറയാണ്, സ്വഹാബ, ഈ ലോകത്തിന് നീ സാധുവായ ഉമർ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നൊരു സന്ദർഭമുണ്ടല്ലോ. ആ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എന്റെ ജനാസയുമായി ആയിഷ ഉമ്മയുടെ അരികിലേക്ക് ചെല്ലണം. അവിടെ ചെന്നെന്റെ ജനാസ താഴത്ത് വെക്കണം. വെച്ചതിനു ശേഷം നിങ്ങൾ പറയണം, അമീറുൽ മുഅ്മിനീനായ ഉമർ ഇല്ല ഇല്ല, ഒരിക്കൽ പോലും ആയിഷ ഉമ്മയുടെ അരികിൽ അമീറുൽ മുഅ്മിനീൻ എന്ന വാക്ക് പറയല്ല. ഖത്താബിന്റെ മകനാകുന്ന ഉമർ അവിടുന്ന് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഉമ്മ എന്ന് ആയിഷ ഉമ്മയോട് പറയണം. എന്തേ പറയേണ്ടത്? മുത്തുനബിയും എന്റെ സതീർത്ഥ്യനാകുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും മന്തി ഉറങ്ങുന്ന മണ്ണിൽ സാധുവായ ഉമറിന് ആയിഷ ഉമ്മ കിടക്കാൻ വെച്ച മണ്ണാണ് അറിയാം. പക്ഷേ ഒന്ന് അനുമതി ചോദിച്ചു നോക്കൂ, ഈ ഉമറിന് അവിടെ കിടക്കാനുള്ള അവസരം തരുമോ എന്ന് ചോദിക്കണം സഹാബ. ഒരിക്കൽ പോലും അമീറുൽ മുഅ്മിനീൻ എന്ന് പറയല്ല, ഖത്താബിന്റെ മകൻ സാധുവായ ഉമറാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. സമ്മതം തന്നാൽ നിങ്ങൾ എന്നെ അവിടെ അടക്കണം സഹാബ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടുത്തെ ഇഷ്ക്, അവിടുത്തെ മഹബ്ബത്ത് ജീവിതകാലം മുഴുവനും ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടം മുതൽ പിന്നീട് മുഴുവനും വഫാത്ത് വരെ മുത്തുനബിയോട് കൂടെ തന്നെ അവിടുത്തെ അനുധാവനം, അവിടുത്തെ സ്വഭാവ ശൈലികൾ, അവിടുന്ന് എന്തെല്ലാമോ നിയമങ്ങൾ കൊണ്ടുവന്നത് അതക്ഷരം പ്രതി അതെല്ലാം നിർവഹിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ മുത്തുനബി വഫാത്തായി. ഇനി ഞാനും വഫാത്താകുമ്പോൾ എന്നെയും അവിടെ തന്നെയാകണം അടക്കേണ്ടതെന്ന് അവിടുന്ന് പറയുകയാണ്. അതാണ് ആശിഖീങ്ങൾ, ഇഷ്കുള്ളവർ. എപ്പോഴാണെങ്കിലും എനിക്ക് മുത്തുനബിയോട് തന്നെ ചേർന്നിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. മുത്തുനബിയുടെ മഹത്വങ്ങൾ സ്വഭാവം മാത്രമല്ലല്ലോ, അവിടുത്തെ ശരീര പ്രകൃതങ്ങൾ തന്നെ, അവിടുത്തെ മുഴുവൻ എല്ലാം എന്തെല്ലാം ഉണ്ടോ അവിടുന്ന് എല്ലാം അല്ലാഹു ഖൈറാക്കിയിട്ടാണല്ലോ അയച്ചിട്ടുള്ളത് തന്നെ. ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയണമെങ്കിൽ അവിടുത്തെ പ്രിയതമയോടാണ് ചോദിക്കേണ്ടത്, അവിടുത്തെ സഹപാഠികളോടല്ല, അവിടുത്തെ സുഹൃത്തുക്കളോടല്ല, അവിടുത്തെ മറ്റാരോടുമല്ല. സ്വന്തം ഭാര്യയോട് ചോദിക്കുമ്പോഴാണ് അവിടുത്തെ ഭർത്താവ് എത്രത്തോളം നല്ലയാളാണ്, എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് അറിയുന്നത്. അത് സ്വന്തം ഭാര്യയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുത്തെ പ്രിയതമ പറയുകയാണ്, മുത്തുനബിയുടെ ചിരി തന്നെ മുൻപല്ല് വെളിവാകാത്ത രൂപത്തിൽ മിതത്വത്തോടെയുള്ള ചിരിയെന്ന് മഹദിയാകുന്ന ഹിന്ദ് റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്. മുത്തുനബിയെ കുറിച്ച് അവിടുന്ന് വർണ്ണിച്ചാലും എത്രത്തോളം പറഞ്ഞാലും അവിടുന്ന് തീരുന്നില്ല. അവിടുത്തെ സത്യസന്ധതയോ, അവിടുത്തെ എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മുത്തുനബിയുടെ സത്യസന്ധത പറയുമ്പോൾ ശത്രുക്കൾ തന്നെ പറയുകയാണ്. എന്തിനേറെ ഏത് സമയത്തും ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് തന്നെ അത് അബൂജഹൽ തന്നെയാണ്. അബൂജഹൽ തന്നെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ കളവാക്കുന്നില്ല. മുത്തുനബിയോട് പറയാണ്, ഞങ്ങൾ നിങ്ങളെ കളവാക്കുന്നില്ല. വലാകിൻ, പക്ഷേ നിങ്ങൾ കൊണ്ടുവന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. അവിടുന്ന് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ബാക്കി മുഴുവൻ കാര്യങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നുബൂവത്ത് കിട്ടുന്നത് വരെയുള്ള കാലഘട്ടം ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയതാണ്. ഒരിക്കലും കളവ് പറയാത്ത, ഒരിക്കലും ആരെയും നിസാരപ്പെടുത്താത്ത, കുടുംബബന്ധങ്ങൾ അവിടുന്ന് വിച്ഛേദിച്ച് നിൽക്കുന്നവർ
പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഒരുമിപ്പിക്കുന്ന, അവിടുന്ന് എന്തിനും സഹിഷ്ണുതയും സന്തോഷങ്ങളും കൊണ്ടുവരുന്ന അൽ അമീൻ എന്നവരെയാണ് ഞങ്ങൾക്കറിയുന്നത്. അൽ അമീൻ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്ക് അത് ഞങ്ങൾ അവിടുന്ന് അസ്വസ്ഥതയാക്കുന്നു എന്ന് മഹാനായ അവിടുന്ന് മുത്തുനബിയോട് അവിടുന്ന് പറയുകയാണ് എന്നതൊക്കെ ചരിത്രങ്ങളിലൂടെ നാം കാണുകയാണ്. എന്തിനേറെ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഹൽ തതഹിമുനഹു ബിൽ കദിബ്, അങ്ങനെ കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, തെറ്റിദ്ധരിക്കുന്നുണ്ടോ? മുത്തുനബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുന്നവരാണോ എന്ന് ഹിർക്കൽ ചക്രവർത്തി അവിടുന്ന് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി, ലാ, ഒരിക്കലുമില്ല, അവിടുന്ന് കളവ് പറയാറില്ല, അവിടുന്ന് തെറ്റിദ്ധാരണകളുടെ ഒരു അംശം പോലും ആ വ്യക്തിയിലില്ല. പക്ഷേ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെ നിഷേധിച്ച കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നല്ലാതെ മറ്റൊരു കുറ്റവും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ അവിടെ നിന്നേ ഇല്ല. മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹാരഥന്മാരുടെ തോളിൽ മുത്തുനബി കൈയിട്ടുകൊണ്ട് അവിടുന്ന് നടന്നു വരുന്ന സന്ദർഭമുണ്ട്. അവിടുന്ന് വല്ലാത്ത രോഗബാധിതനാണ്, വലിയ പ്രയാസത്തിലാണ്, അവിടുന്ന് നടക്കാൻ ആരോഗ്യമില്ല, ആഫിയത്തില്ല, അത്രത്തോളം പനി കൂടിയിരിക്കുകയാണ്. രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് ഈ രണ്ട് സ്വഹാബി വൃന്ദങ്ങളുടെ തോളുകളിലേക്ക് കൈയിട്ടുകൊണ്ട് മുത്തുനബി വരികയാണ്. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹബീബിന്റെ കാൽപ്പത്തി അവിടുന്ന് എഴയുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അത്രത്തോളം കഠിനമായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് മുത്തുനബി പള്ളിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, മൻ കുന്തു ജൽദതു ലഹു ലഹ്റാ, ആരുടെയെങ്കിലും മുതുകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മുത്തുനബി പറയുകയാണ്, ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഞാൻ നോവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടിക്കാം, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സ്വഹാബികൾ നെട്ടുകയാണ്. ആരാണ് പറയുന്നത്? നേതാവ് അനുയായികളോട് പറയുകയാണ്, എന്നിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ തിരിച്ച് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു പറയാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഫൽയസ്തഖദ്ദ മിൻഹു, ഞാൻ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ സ്വഹാബികളെ നിങ്ങൾ എന്നെ അടിക്കൂ, നിങ്ങൾ എന്നെ എന്തും ചെയ്തുകൊള്ളൂ എന്ന് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ, വമൻ കുന്തു ശതംതു ലഹു ഇർളാ, ആരുടെയെങ്കിലും അഭിമാനത്തെ ക്ഷതമേൽപ്പിച്ച എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്വഹാബ നിങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കല്ല, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു കൊള്ളൂ എന്ന് രോഗശയ്യയിൽ ഇരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ, ഫഹാദാ ഉർളി, ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് മുത്തുനബി പറയുമ്പോൾ സ്വഹാബികൾ കരയുകയാണ്. അവർ കടക്കാനാവുന്നില്ല, അവർക്കെന്തു പറയണമെന്നറിയില്ല. എന്റെ ഹബീബ് അവിടുന്ന് വേദനിക്കുകയാണ്, അവിടുന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്ന വാക്കാണ്. ഇനി മുത്തുനബി രോഗത്തിൽ നിന്ന് അവിടുന്ന് മുക്തനാവുമെന്ന് തോന്നുന്നില്ല. അതാണ് ഈ വർത്തമാനങ്ങളെല്ലാം അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആഖിറത്തിലേക്ക് നിങ്ങൾ നീട്ടിവെക്കല്ല സ്വഹാബ എന്ന് മുത്തുനബി പറയുമ്പോൾ സ്വഹാബികൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയാണ്. നബിയെ, അങ്ങേ ഞങ്ങൾ കടിക്കാൻ പറ്റുമോ നബിയെ? അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ നബിയെ? ഞങ്ങൾ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ നന്മയുടെ പറുദീസയിലേക്ക് കൊണ്ടുവന്ന ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയല്ലേ ഞങ്ങൾ എല്ലാത്തിനും മാർഗനിർദ്ദേശമായിട്ടുള്ളത്. നബിയെ, അങ്ങേ വേദനിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല നബിയെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടുന്ന് ഒരു സ്വഹാബി കൈപൊക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കൈപൊക്കിക്കൊണ്ട്, നബിയെ, അങ്ങനെ യുദ്ധരണാങ്കണത്തിൽ വരിവരിയായി നിൽക്കുന്ന സമയത്ത് എന്നെ വടി കൊണ്ട് കുത്തിയിട്ടുണ്ട് നബിയെ, എനിക്ക് ആ പകരം വീട്ടണം നബിയെ എന്ന് പറയുന്ന സമയത്ത് സ്വഹാബികളെല്ലാം ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ്. ഞങ്ങളുടെ സഅദിന് എന്താണ് സംഭവിച്ചത്? എന്താണ് ഞങ്ങളുടെ സഅദിന് സംഭവിച്ചത്? മുത്തുനബിയെ തിരികെ അവിടുന്ന് ആക്രോശിക്കാൻ, അവിടുന്ന് ഉപദ്രവിക്കാൻ സഅദ് മുന്നിട്ടിറങ്ങുകയാണോ? എന്താണ് ഈ സംഭവിക്കുന്നത്? ഞങ്ങൾക്കറിയില്ലല്ലോ. സഅദിനെ കൊല്ലാനുള്ള ദേഷ്യം അവിടെ നിൽക്കുന്ന മുഴുവൻ സ്വഹാബികൾക്കും അവിടെയുണ്ട്. പക്ഷേ ഇല്ല, അവിടെ നിൽക്കുന്നത് നമ്മുടെ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സമയത്തിൽ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ. ഒരു സ്വഹാബികൾക്കും അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആരെയും നോക്കാതെ ഉമർ തങ്ങളെ നോക്കുന്നില്ല. അവിടുത്തെ ആചാര ബാഹുല്യമാകുന്ന സ്വഹാബി വൃന്ദങ്ങളെ അവിടുന്ന് മഹാനാകുന്ന സഅദ് തങ്ങൾ നോക്കുന്നില്ല. അവിടുന്ന് നോക്കാതെ മുത്തുനബിയെ മാത്രം ലക്ഷ്യം വെച്ച് നടന്നു വരികയാണ്. നബി തങ്ങളുടെ അരികിലെത്തിയപ്പോൾ, സഅദേ, എന്നെ അടിച്ചോളൂ സഅദേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ, നബിയെ, എന്നെ മുത്തുനബി അടിക്കുമ്പോൾ എന്നെ ഒന്ന് വരി ക്ലിയറായി നിൽക്കാൻ വേണ്ടി ഒന്ന് കുത്തുന്ന സമയത്ത് നബിയെ, ആ സമയത്ത് എന്റെ മേൽ വസ്ത്രമില്ലായിരുന്നു നബിയെ, എന്റെ അടുക്കൽ ഉടുപ്പില്ലായിരുന്നു നബിയെ. അതുകൊണ്ടങ്ങും അവിടുന്ന് ആ മേൽമുണ്ട് മാറ്റണം നബിയെ, അവിടുത്തെ ഇട്ടിരിക്കുന്ന ഖമീസ് ഊരണം നബിയെ എന്ന് പറയുമ്പോൾ സ്വഹാബികൾ പൊട്ടിക്കരയുകയാണ്. എന്റെ നബിയോടാണോ ഈ പറയുന്നത്? മുത്തുനബിയുടെ ഉടുപ്പാണോ സഅദ് അവിടുന്ന് ഊരിപ്പിക്കുന്നത്? എന്തേ എന്റെ സഅദിന് സംഭവിച്ചതറിയില്ല, എന്തേ കാണുന്നത് അറിയില്ലല്ലോ. അല്ലാഹ്, മുത്തുനബിയാണോ സഅദ് അടിക്കാൻ പോകുന്നത്? മുത്തുനബി ഉടുപ്പ് മാറ്റുകയാണ്. സഅദ് തങ്ങൾ വടിയുമെടുത്ത് നേരെ വരികയാണ്. വന്നുകൊണ്ട് മുത്തുനബിയോട് പറയാണ്, നബിയെ, അവിടുത്തെ വയറിന്റെ ഭാഗത്താണ്, എന്റെ വയറിന്റെ ഭാഗത്താണ് നബി അങ്ങ് കുത്തിയത്. അതുകൊണ്ട് എനിക്കും നബി തങ്ങളുടെ ആ ഭാഗത്ത് തന്നെ കുത്തണം നബിയെ എന്ന് പറയുമ്പോൾ മുത്തുനബി കൈ അങ്ങ് നീട്ടി വെക്കുകയാണ്. വെക്കുന്ന സമയത്ത് സഅദ് തങ്ങൾ നേരെ അടുത്ത് വന്നിട്ട് ആ വടി അങ്ങ് താഴത്തേക്ക് ഇട്ടുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. നബിയെ, ഈ സാധുവായ സഅദിനോട് പൊരുത്തം നൽകണം നബിയെ. സാധുവാണ് ഈ സഅദ്. ഈ സഅദ് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് മുത്തുനബിയുടെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം തട്ടിയ ഈ സഅദിന്റെ ശരീരവും ഒരിക്കൽ പോലും മണ്ണ് തിന്നില്ലല്ലോ നബിയെ, അവിടുന്ന് നരകത്തിൽ കടക്കില്ലല്ലോ നബിയെ. അതുകൊണ്ടാണ് നബിയെ ഈ സഅദ് ഈ പ്രവണത ഇവിടെ കാണിച്ചത് നബിയെ. ഇനി എനിക്ക് എന്റെ നബിയെ അവിടുന്ന് ആലിംഗനം ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. എപ്പ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഈ സഅദിനറിയില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ പറയുന്ന വാക്കുകൾ, സഅദ് റളിയല്ലാഹു അൻഹു ഈ പ്രയാസം വന്ന് മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് കറുകറുത്തിരിക്കുന്ന സഅദ് തങ്ങൾ മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട മുത്തുനബിയെ ശറഫാക്കപ്പെട്ട ആ ശരീരം ഒന്ന് തട്ടുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നബിയെ ഈ സവാദ് ഇത് കാണിച്ചതെന്ന് പറയുമ്പോൾ അവിടുന്ന് സ്വഹാബികൾ ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ്. എൻ്റെ നബിയോടുള്ള മഹബ്ബത്ത് അവർക്കറിയില്ല. മുത്തുനബി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അവിടുന്ന് നാം രക്ഷപ്പെടുകയാണ്. മുത്തുനബിയുടെ ശരീരവും എൻ്റെ ശരീരവും തമ്മിൽ ഒന്ന് ഉരസിയപ്പോൾ ഇനി ഞാൻ നരകത്തിൽ കടക്കില്ല എന്ന് സവാദ് തങ്ങൾ ഉറപ്പിക്കുകയാണ്. അതാണ് ഇഷ്ക്, മഹബ്ബത്ത്. മുത്തുനബിയുടെ വിയർപ്പും തുള്ളികൾ എടുത്തവരില്ലേ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമനീര് അവിടുന്ന് ബറക്കത്തെടുത്തവരില്ലേ, എന്തിന്
എന്തിനും ഏതിനും മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അവിടുന്ന് കാണിച്ചവരായിരുന്നു സ്വഹാബികൾ. ആ മഹബ്ബത്താണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആശിഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും എല്ലാം റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഏറ്റവും വലിയ നിദാനം അവിടുന്ന് സ്വലാത്താണ്. അതിനാണ് നമ്മൾ ഇഷ്കെ റസൂലുകൾ വെക്കുന്നത്. ഈ മജ്ലിസുകളിൽ നാം വരുമ്പോൾ മുത്തുനബിയുടെ പേരുകളെ ആരെല്ലാം ഏതെല്ലാം സമയങ്ങളിൽ പറയുന്നുണ്ടോ ഒരു മടിയും കൂടാതെ അവിടുന്ന് സ്വലാത്ത് ചെല്ലുന്നവരാകണം നാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബി എല്ലാത്തിനും ഒരു എളുപ്പം കാണുന്നവരായിരുന്നു. എന്തിനും ഏതിനും മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്, മാ ഖുയ്യിറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അംറൈൻ. രണ്ട് കാര്യം മുത്തുനബിയുടെ മുന്നിൽ വന്നു, ഇതിൽ ഏത് കാര്യമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വന്നാൽ ഇല്ലാ ഖദായിസറഹുമാ, അതിൽ എളുപ്പമുള്ളതിനെയാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഉമ്മത്തീങ്ങൾക്ക് ബുദ്ധിമുട്ടാകരുത്, എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് ആരും പ്രയാസപ്പെടരുത്, അവരാരും തന്നെ ഒരു ബുദ്ധിമുട്ടിലേക്കോ പ്രയാസത്തിലേക്കോ നീങ്ങാൻ പാടില്ല എന്നാഗ്രഹമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇൻഷാ അല്ലാഹ് മുത്തുനബി എന്നുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബകങ്ങളിൽ ആവാഹിക്കുകയാണ് വേണ്ടത്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്കും അവിടുന്ന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇത് അവസാനിക്കുമ്പോഴേക്കും മുത്തുനബിയെ അവിടുന്ന് ഇഷ്ക് വെക്കുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളാകുന്ന ആശിഖീങ്ങളാകുന്ന നാം മുത്തുനബിയെ കാണണം എന്നാഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി സ്വലാത്തുകൾ ചെല്ലലാണ്, അതിനുവേണ്ടി മുത്തുനബിയുടെ മദ്ഹുകൾ പാടുന്നതും പറയുന്നതുമായ മജ്ലിസുകളിൽ സംഗമിക്കുകയും സംബന്ധിക്കുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മഅ്ശൂഖ്, നാം ഇഷ്ടപ്പെടുന്ന അവിടുത്തെ എല്ലാത്തിനും നിദാനമാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വരികയാണ്. എത്ര സന്തോഷമാണ്! മുത്തുനബിയെ കണ്ട കണ്ണ് നരകത്തിൽ പോവുകയില്ല, അവിടുന്ന് ഒരിക്കലും നരകം പ്രവേശിക്കുകയില്ല. ആ നരകത്തിലേക്ക് കണ്ണ് പോവില്ലെന്ന് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന കണ്ണ് അതൊറ്റക്ക് പോവില്ലല്ലോ. ആ ശരീരം ഒന്നടങ്കം സ്വർഗത്തിലേക്ക് ആ ശരീരത്തെ കൊണ്ടുപോവുകയാണല്ലോ. അതിനനുയോജ്യമാകുന്ന കൽബാകണം. നാളാഖിറത്തിലെത്തുന്ന സമയത്ത് അവിടുന്ന് പറയും, നാവ് പറയാണ്, അല്ലാഹ് ഞാൻ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഒരുപാട് കൗണ്ടറുകളുണ്ട്, എനിക്കൊരുപാട് തസ്ബീഹ് മാലകളുണ്ട്, എല്ലാം ഞാൻ ചൊല്ലിക്കൂട്ടി എല്ലാം റെക്കോർഡായിട്ട് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ടല്ലോ, അത്രത്തോളം എൻ്റെ ഹബീബിനെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹൃദയം, നമ്മുടെ ഖൽബ് പറയുകയാണ്, അല്ലാഹ് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലാഹ്, ഇത്രത്തോളം സ്വലാത്ത് ചൊല്ലിയത്, ഇത്രത്തോളം മഹബ്ബത്ത് വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല അല്ലാഹ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും മോശപ്പെട്ടവരാകരുത്. അതിനു വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. അവിടുന്ന് വലിയൊരു ആശിഖാകണം, മാദിഹാകണം, പറയാനും പാടാനുമുള്ള തൗഫീഖും സൗഭാഗ്യവും നമുക്ക് നാഥൻ തന്ന തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതും നമ്മൾ ഇരിക്കുന്നതുമെല്ലാം റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശഫാഅത്ത് കിട്ടുന്ന മജ്ലിസുകളിൽ ഒരു മജ്ലിസാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സാദാത്യങ്ങളുള്ള, ദുആക്ക് ഇജാബത്തുള്ള, ചെറിയ മക്കളുള്ള, വിശുദ്ധ ഖുർആൻ ശരീഫ് മനപ്പാഠമാക്കുന്ന, ദീനീയ വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുന്ന, ഏത് വിഷയങ്ങൾക്കും സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിസ്വാർത്ഥകരായ പ്രവർത്തകരുള്ള, എത്രയോ സ്വലാത്തുകൾ ചെല്ലുന്ന, മൗലിദ് പാരായണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെങ്ങന്മാരുള്ള ആത്മീയ മജ്ലിസിലാണ്. അല്ലാഹു നമ്മുടെ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بال علم الداه في أوصافه فما بلا بالع يأشار ما أوتي بما في البال بال. ബഹുമാനരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള വർണ്ണനകൾ എത്ര എഴുതിയാലും എത്ര വായിച്ചാലും തീരാത്ത ഒന്നാണ് എന്നതാണ്. അധിക പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഹയാത്തുൽ ഇസ്ലാം സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിവരുന്ന റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ നടത്തിവരുന്ന മുത്തുനബി എന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ഇസ്കെ റസൂൽ എന്ന ഈ പരിപാടിയിൽ ദുആ കൊണ്ട് ധന്യമാക്കിയ ഉസ്താദ് സയ്യിദ് വൈസ് ഉസ്താദിനും ആദ്യം മുതൽ അവസാനം വരെ ഈ വേദി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മുഹൽ ജനറൽ സെക്രട്ടറി കബീർ കുട്ടി ഹാജിക്ക് അവർക്കും ഉദ്ഘാടനം ചെയ്ത നിസാം സക്കാഫി ഉസ്താദിനും മുഹമ്മദ് റസൂൽ പ്രഭാഷണം നടത്തിയ ഹയാത്തുൽ ഇസ്ലാം ഡയറക്ടറും ഞങ്ങളുടെ ഉസ്താദുമായ ഉസ്താദ് ആഫിൽ ഷഫീഖ് ഹാഷ്മി ഉസ്താദിനും സയ്യിദ് സൈനാബുൽ തങ്ങൾക്കും സയ്യിദ് മുഹമ്മദ് തങ്ങൾക്കും നമ്മുടെ അജയ നേതൃത്വം ഷെഹ്ന PKM ജലാലുദ്ദീൻ മദനി ഉസ്താദിനും മറ്റുള്ള വ്യക്തിത്വങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതത്തോടുകൂടി 3 സ്വലാത്തോടുകൂടി ഈ വേദി പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം